സഹാബത്തെ, എന്തിനാണ് 5 വക്ത് നമസ്കാരം? നമ്മളൊരു മുസ്ലിമാണ് എന്ന് അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താൻ മാത്രമാണോ? അല്ലെങ്കിൽ നമ്മളുടെ കേവലം യാന്ത്രികമായ ഒരു നിക്കലും ഇരിക്കലും ഇതൊക്കെ അള്ളാഹുവിന് കണ്ട് ബോധ്യപ്പെടാനാണോ നമസ്കാരം? സഹാബത്ത് തിരിച്ചു പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല നബിയെ. എന്തിനാണ് നമസ്കാരം എന്ന് ഞങ്ങൾക്കറിയില്ല നബിയെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്. നിങ്ങളുടെ വീടിന്റെ മുൻപിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് എന്ന് വിചാരിക്കുക. നിങ്ങൾ ആ പുഴയിൽ 5 നേരം കുളിക്കുന്നുണ്ട് എന്നും വിചാരിക്കുക. അങ്ങനെ കുളിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും മാലിന്യങ്ങൾ ഉണ്ടാകുമോ? അവരൊന്നടങ്കം പറഞ്ഞു, ബലാ, ഇല്ല നബിയെ, ഞങ്ങൾ വളരെ വൃത്തിയുള്ളവരായിരിക്കും. എങ്കിൽ അതുപോലെയാണ് സഹാബത്തെ നിങ്ങളുടെ നമസ്കാരം. 5 വക്ത് നമസ്കരിക്കുന്ന ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ പകയൊന്ന മാലിന്യമുണ്ടാകാൻ പാടില്ല. അഹന്തയോ അഹങ്കാരമോ പൊങ്ങച്ചമോ പുച്ഛമോ ഏഷണിയോ പരദൂഷണമോ കുതന്ത്രമോ കുത്തുവാക്കുകളോ ഉണ്ടാകാൻ പാടില്ല. ഒരു നമസ്കാരത്തിന് ശേഷവും ഒരു 5 വക്ത് നിസ്കാരത്തിന് ശേഷവും നമ്മുടെ ജീവിതത്തിൽ ആ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹു നിശ്ചയിച്ച ആ നമസ്കാരത്തിന്റെ ഗുണം നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. നമ്മളൊരു ഇബാദത്ത് നിർവഹിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു മനസ്സമാധാനം നൽകണമെങ്കിൽ അതിന്റെ പൂർണ്ണമായ ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് നമുക്കത് ജീവിതത്തിൽ പകർത്താൻ സാധിക്കണം. ഒരാൾ ഉംറ നിർവഹിക്കുമ്പോ ഹജ്ജ് നിർവഹിക്കുമ്പോ അവൻ തിരിച്ചു വരുന്നത് വലത്ത് ഉമ്മഹു, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചത് പോലെയാ എന്ന് പറഞ്ഞാൽ യാതൊരുവിധ മാലിന്യങ്ങളോ കുറ്റങ്ങളോ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഏതൊരു ഇബാദത്ത് നിർവഹിക്കുന്ന സമയത്തും ഇനി കേൾക്കുന്നത് പോലും വെറുതെ രസം പിടിച്ച് കേൾക്കാനാണെങ്കിൽ ഈ ഇരുത്തം പോലും നിങ്ങൾക്ക് അള്ളാന്റെ മുൻപിൽ ചോദ്യം. ഞാൻ ഒരുപാട് വയല് കേട്ടിട്ടുണ്ട്, എനിക്ക് മൂപ്പര വയല് ഭയങ്കര ഇഷ്ടമാണ് എന്ന് നാട്ടുകാരോട് പറയാന്നല്ലാതെ അത് ജീവിതത്തിൽ ഉണ്ടാവില്ല. അതിനവര് സ്വയം തീരുമാനിക്കണം. കേരളത്തിൽ പ്രളയം വന്നപ്പോ വയനാടിന്റെ ചുരങ്ങളിലേക്ക് 80 പൊതിച്ചോറുമായി ആദിവാസികൾക്കിടയിലേക്ക് ഒരു തഹസിൽദാർ പുറപ്പെട്ടു എന്നാ, അബ്ദുറഹീം എന്നാ തഹസിൽദാരുടെ പേര്. 80 പൊതിച്ചോറുമായിട്ട് നായ്മക്കൾ, അതായത് ചോല നായ്ക്കൾ താമസിക്കുന്ന മുണ്ടക്കൈ ദുരന്തം സംഭവിച്ചതിന്റെ മറുഭാഗത്തെ മലമുകളിലേക്ക് അവര് കയറി ചെന്നു. സർക്കാരിൻ്റെതായിരുന്നു ആ 80 പൊതിച്ചോറ്. ആ ചോറിൽ 70 എണ്ണം കൊടുത്തു. ഏകദേശം ഉച്ച സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പോയവരൊക്കെ വലിയ ക്ഷീണക്കാരാ. കൂടെ പോയ പലരും ഭക്ഷണത്തിലൊന്നും അവരും എടുത്ത് കഴിക്കാൻ തുടങ്ങി. എല്ലാവരും കഴിക്കുന്നത് കണ്ടപ്പം കൂട്ടത്ത് പോയ രാഷ്ട്രീയക്കാർ പറഞ്ഞു, റഹീം സാഹിബെ, ഒരു ചോറ് നിങ്ങളും കഴിച്ചോളൂ. അദ്ദേഹം പറഞ്ഞു, എനിക്കത് ഹലാലല്ല, എനിക്കത് ഹലാലല്ല. എനിക്ക് 80,000 രൂപയുടെ മേലെ ശമ്പളം കിട്ടുന്നുണ്ട്, എന്റെ വീട് സുഭിക്ഷമായിട്ട് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നിശ്ചയിക്കപ്പെട്ട ഭക്ഷണം എനിക്ക് ഹലാലല്ല എന്നാ മനുഷ്യൻ പറയുകയും ആ പൊതിച്ചോറിൽ നിന്ന് ഒരു മണി എന്റെ ശരീരത്തിൽ കയറാൻ പാടില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഏതൊരു വാക്കും ഏതൊരു ആയത്തും നമ്മുടെ ഹൃദയത്തെ സ്വാധീനിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയങ്ങൾ പോലും കേൾക്കുന്ന സമയങ്ങൾ പോലും പടച്ച റബ്ബിന്റെ അടുത്ത് വലിയ സങ്കടമായിരിക്കും. ആ തിരിച്ചറിവോടെയാവണം ഇനി അങ്ങോട്ടുള്ള ഓരോ പ്രഭാഷണങ്ങളും ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം വല്ലാത്ത ജീർണതയിലേക്ക്, മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന വാർത്തകളാ എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യർക്ക് മാറാൻ പറ്റുമോ, ഇതൊക്കെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിപ്പിക്കപ്പെടുന്ന അതിദാരുണമായ വാർത്തകളാണ് ഓരോ ദിനവും പത്രത്തിലൂടെയും അയൽപ്പക്കങ്ങളിലൂടെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും. ഒരു ഭാഗത്ത് വിശ്വാസപരമായ തകർച്ച, മറുഭാഗത്ത് സാംസ്കാരികപരമായ തകർച്ച. അല്ലേ? യഥാർത്ഥ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട മുസ്ലിം പുരോഹിതന്മാര് ഇല്ലാത്ത കെട്ടുകഥകൾ ഉണ്ടാക്കി മുസ്ലിം സമൂഹത്തെ വഞ്ചിക്കുകയും ഷിർക്കൻ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയും ചെയ്യുന്ന കഥകളെ നമുക്കിന്ന് കേൾക്കാനുള്ളൂ. അതുകൊണ്ട് അങ്ങ് മടവൂരിൽ കിടക്കുന്ന CM മക്കാമിലെ ഷെയ്ഖ് ആകാശത്തു കൂടെ പോകുന്ന ഫ്ലൈറ്റ് പിടിച്ച് മടവൂരിറക്കി കയറിപ്പോയി എന്ന് കേൾക്കുമ്പോഴേക്കും കയ്യൊട്ടി തക്ബീർ വിളിക്കുന്നത് മുസ്ലിങ്ങളാണ്.
ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടി കൊയിലാണ്ടി കടപ്പുറത്ത് നിന്നും താങ്ങി നിർത്തി. ഇനി കൊയിലാണ്ടി മുതൽ ഫറോക്ക് വരെ സ്പീഡ് കുറച്ചിട്ടേ പോകാവൂ. അങ്ങ് മടവൂരെ ചിറ്റടി മീത്തലിൽ ഞങ്ങളെ ഷെയ്ഖുനാന്റെ മക്ബറുണ്ട് എന്ന് ഗുണദോഷിച്ചപ്പോഴേക്കും ആ തീവണ്ടിയുടെ എത്ര വേഗതയിൽ മുൻപോട്ട് പോകാൻ ശ്രമിച്ചിട്ടും തീവണ്ടി നീങ്ങാതെ വെപ്രാളപ്പെട്ടു എന്ന് കേൾക്കുമ്പോഴേക്കും തക്ബീർ വിളിക്കുന്നത് മുസ്ലിമീങ്ങളാ. ഗർഭിണികളാകാത്ത പെൺമക്കൾക്ക് പോലും കോഴിക്കാല് കൊടുത്ത് ഗർഭിണി വരുത്തുന്നു എന്നതു മുതൽ ഇപ്പൊ ഈ റമദാനിൽ ലേറ്റസ്റ്റ് മോഡൽ പുതിയ കറാമത്ത് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ റമദാനിലും ആ ഷെയ്ഖ് കബറിന്ന് എഴുന്നേറ്റ് വന്ന് കഞ്ഞും പയറും കുടിക്കും. കൂടെ ഹിദർ നബിയും കൂടെ ജിബ്രീലും ഉണ്ടാവാറുണ്ട്. ഇത്രത്തോളം അബദ്ധകരമായൊരു വിശ്വാസത്തിലേക്ക് ജാറ മക്ബറ വ്യവസായികൾ മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടുപോകുമ്പോ അതിൽ പെട്ടുപോകുന്ന മുസ്ലിം കുടുംബങ്ങൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് കണ്ണൂർ ജില്ലയിൽ 13 വയസ്സുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് അപസ്മാരം ബാധിച്ച് ചുഴലി ബാധിച്ച് ശാരീരികമായി വേദന കൊണ്ട് സങ്കടപ്പെടുമ്പോ പലതവണ പെൺകുട്ടി വാപ്പാനോട് പറഞ്ഞു, വാപ്പ ഇനി ഒന്നും നിങ്ങൾ ഡോക്ടറെ കാണിക്കും, ഇനി ഒന്നും നിങ്ങൾ ചികിത്സിക്കും വാപ്പ. കുടുംബത്തിലുള്ള ഭാര്യമാരും ജ്യേഷ്ഠാനുജത്തിമാരും ഒക്കെ പറഞ്ഞിട്ടും വാപ്പ സമ്മതിച്ചില്ല. അവസാനം പള്ളിയിലേക്കുള്ള ഉസ്താദിനെ കൂട്ടിക്കൊണ്ടുവന്ന് ആ ഉസ്താദ് മന്ത്രി ചൂതിക്കൊടുത്ത ഏലസ് കയ്യിൽ കെട്ടി സ്വന്തം മകളെ കൊലക്കു കൊടുത്തു വാപ്പ. പിറ്റേന്ന് നേരം വെളുക്കുമ്പോഴേക്കും മരിച്ചു കിടക്കുന്ന മകളുടെ മയ്യത്ത് കണ്ട് ആ കുടുംബവും നാടും സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ആ അന്ധവിശ്വാസം ഇന്ന് മുസ്ലിം സമൂഹത്തിൽ വ്യാപകമാ. നമ്മുടെ കൂട്ടത്തിലില്ലേ? മന്ത്രി ചൂതി കെട്ടുന്നവര്, ഏലസ് കെട്ടുന്നവര്, വീട്ടിന്റെ ഉത്തരത്തിൽ കെട്ടിത്തൂക്കുന്നവര്, പ്രശ്നപരിഹാരത്തിനും സന്താന സൗഭാഗ്യത്തിനും സാമ്പത്തിക പ്രയാസത്തിനും ആളറിയാണ്ട് ദർഗയിൽ പോകുന്നവര്, മന്ത്രി ചൂതിയ വെള്ളം കുടിക്കുന്നവര്, ഇല്ലാത്ത അനാചാരങ്ങളുമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവര്, വാപ്പാണ്ടാണ്ട് കഴിക്കുന്നവര്, ഇപ്പോഴും മൗലൂദിന്റെ ഭക്ഷണം കഴിക്കുന്നവര്, ഇതിനൊക്കെ ഇസ്ലാമിൽ എന്താ തെളിവ്? വാപ്പാര് ചെയ്തു, കാക്കക്കാരണവന്മാര് ചെയ്തു, അല്ലാതെ എന്തെങ്കിലും തെളിവ് ഇസ്ലാമിലുണ്ടോ? അള്ളാഹുവിന്റെ തിരുദൂതൻ 63-ാമത്തെ വയസ്സിൽ വഫാത്താകുമ്പോ തുടർന്ന് അങ്ങോട്ട് 76 വയസ്സ് വരെ ആയിഷ റളിയല്ലാഹു തആല അൻഹ ജീവിച്ചിട്ടുണ്ട്. റസൂലുള്ള വഫാത്താകുമ്പോൾ ആയിഷ ബീവിന്റെ വയസ്സ് 17 വയസ്സാണ്. 17 വയസ്സിന് ശേഷം 76 വയസ്സ് വരെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ജീവിച്ചു. ഈ 50 കൊല്ലത്തിന്റെ ഇടയ്ക്ക് റസൂലുള്ളാന്റെ ആണ്ട് ആയിഷ ബീവി കഴിച്ചോ? റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട മക്കൾ കഴിച്ചോ? ലോകത്തിന്റെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാൻ സഹാബത്ത് തയ്യാറായോ? അതൊന്നും ചോദ്യമല്ല. ഞാളെ വാപ്പയും വാപ്പന്റെ വാപ്പയും കാക്കക്കാരണവന്മാരും ചെയ്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും. വിശ്വാസത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കുമ്പോ അത് തിരുത്താനാ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത്. പാരമ്പര്യം പറഞ്ഞാലും പടച്ചോന്റെ അടുത്ത് രക്ഷപ്പെടില്ലെന്നും നാളെ റബ്ബിന്റെ ഖബറിലേക്ക് ചേർത്ത് കിടക്കുമ്പോ അള്ളാഹു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം വേണമെങ്കിൽ ഞാൻ അനുസരിച്ചതും ജീവിതത്തിൽ പകർത്തിയതും എന്റെ ഇസ്ലാമാണ് റബ്ബേ എന്ന് പറയണമെങ്കിൽ ഇസ്ലാം മുൻപോട്ട് വെക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം. അത് ഇസ്ലാം പഠിപ്പിച്ചതാവണം. ഇസ്ലാമിൽ ഇല്ലാത്തതാണെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കുന്ന പഠിച്ചൊരു വാക്കുണ്ട്, നമ്മളെയൊക്കെ ഖബർ എവിടെയാന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഒരു പക്ഷേ തൊട്ട് താഴത്തെ പറമ്പിൽ കിളച്ചു വെച്ച കുഴിച്ചു വെച്ച ഒരു ഖബറ് എനിക്കല്ല എന്ന് പറയാൻ ഈ കൂട്ടത്തിൽ ഒരാൾക്കും പറ്റൂല. അത്രയേറെ എളുപ്പത്തിലാ അള്ളാഹു ഓരോരുത്തരെയും കൊണ്ടുവന്ന്. ഞാൻ പറയാറുണ്ട്, നമ്മളെ എല്ലാ കുതിരകളിയും നമ്മളെ എല്ലാ പവറും അവസാനിക്കണേ ഒരൊറ്റ മിനിറ്റ് അള്ളാന്റെ തീരുമാനം മാറി വന്നാൽ മതി. നിങ്ങൾ നാളെ അല്ലെങ്കിൽ ഇന്ന് നോമ്പ് തുറക്കാൻ നേരത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ കുടിച്ച വെള്ളം ഒറ്റ ഛർദിക്കല്, അല്ലെ നാളെ നേരം വെളുക്കുമ്പം ബാത്റൂമിൽ പോകുമ്പോൾ ബ്ലഡ് കണ്ടു, വെപ്രാളപ്പെട്ടുള്ള കുടുംബത്തിലെ ആരെങ്കിലും കൂട്ടി വിയാപ്ലനെയും കൂട്ടി ഇക്രോ ഹോസ്പിറ്റലിൽ ചെന്ന് കാണിക്കുന്ന ഡോക്ടറെ കാണിച്ചു, ഡോക്ടർ ഒന്ന് തിരിച്ചു കടത്തി മറിച്ചു കടത്തി വീണ്ടും തിരിച്ചു കടത്തി 4-5 തവണ വീണ്ടും വീണ്ടും സ്റ്റെതസ്കോപ്പ് വെച്ചു നോക്കുന്ന സെക്കൻഡ് മുതൽ നമ്മളെ ഉള്ളു പടയാൻ തുടങ്ങും. എന്തായിരിക്കും പടച്ചോനെ എന്ന്. അവസാനം ഇങ്ങനെ ഒക്കെ പരിശോധിച്ച് ഡോക്ടർ പറയാ, പേടിക്കാനൊന്നുമില്ല, ഞാനൊരു ടെസ്റ്റിന് എഴുതുന്നുണ്ട്, അത് നിങ്ങൾ ഒന്നുകിൽ എറണാകുളത്ത് പോയി ചെയ്യണം, അല്ലെ കണ്ണൂർ പോയി ചെയ്യണം, അല്ലെ കോഴിക്കോടുള്ള അശ്വിനി പോയി ചെയ്യണം. ഈ ടെസ്റ്റ് അവിടെ ഉള്ളൂ, പേടിക്കൊന്നും വേണ്ടട്ടോ. ഒരു സംശയം, ആ സംശയം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാ എന്ന് ഡോക്ടർ പറയുകയും ആ 3 രക്തത്തിന്റെ സാമ്പിൾ ടെസ്റ്റ് ചെയ്യാനുള്ള എഴുത്ത് നമ്മളെ കൈമത്തന്ന അവിടെ തീരും നിങ്ങളീ പവർ. അറിയുന്നത് വരെ നമ്മൾ കരയും, പിന്നെ മൊബൈലിൽ തോണ്ടാൻ നേരം കിട്ടൂല.
ഇൻസ്റ്റഗ്രാമും വാട്സപ്പും ഫേസ്ബുക്കും ട്വിറ്ററും നമുക്ക് യൂട്യൂബും ഭയാനകമായിട്ട് തോന്നും. പിന്നെ നമ്മൾ അള്ളാന്റെ അരികിലേക്ക് ഇങ്ങനെ അടുക്കണം എന്നുള്ള ആഗ്രഹത്തില് പടച്ചോനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൂടുമെങ്കിൽ അള്ളാഹു പറയുന്നു, അള്ളാന്റെ ഹബീബ് പറയുന്നു, എപ്പോഴും നിങ്ങളുടെ ആസ്വാദനം നിലപ്പിച്ചു കളയുന്ന, നിങ്ങളെ ഒറ്റക്കാക്കി കളയുന്ന മരണത്തെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർത്തുകൊണ്ടിരിക്കണം. ആ മരണചിന്തയിലേക്ക് നമ്മൾ എത്തുന്നത് എന്നാണോ അന്നാണ് നമ്മളെ വിശ്വാസത്തെ ഏറ്റവും ഭംഗിയാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കാം. ഒരു ഭാഗത്ത് വിശ്വാസപരമായ അബദ്ധങ്ങളിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ പുരോഹിതന്മാർ കൊണ്ടുപോകുമ്പോൾ, മറുഭാഗത്ത് സാംസ്കാരികപരമായി നമ്മൾ വല്ലാതെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മാതാവ് ആമാശയ സംബന്ധമായ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ കിടക്കുമ്പോൾ വെട്ട് കത്തിയെടുത്ത് സ്വന്തം ഉമ്മാന്റെ തല വെട്ടിപ്പൊളിച്ച് കൊല്ലുന്ന ഒരു ചെറുപ്പക്കാരൻ 19 വയസ്സുകാരനാണ്. തൊട്ടടുത്തുള്ള അടിവാരത്ത് തന്റെ മാതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് കൊന്നുകളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാരോടും ചോദ്യം ചെയ്യാൻ വന്ന മജിസ്ട്രേറ്റിനോടും ആ ചെറുപ്പക്കാരൻ പറഞ്ഞതെന്താ? എന്നെ ജനിപ്പിച്ചതിന്റെ കൂലി ഞാൻ എന്റെ ഉമ്മാക്ക് കൊടുത്തു, ജനിപ്പിച്ചതിന്റെ കടമാണ് ഞാൻ എന്റെ ഉമ്മാക്ക് വീട്ടിൽ കൊടുത്തതെന്ന്. ആ വാർത്തകളൊന്നും അവസാനിക്കുന്നതിന്റെ മുൻപേ വീണ്ടും നമ്മൾ കേട്ടു, ഗ്യാസും കുറ്റി കൊണ്ട് സ്വന്തം വാപ്പാന്റെ തലല്ലി പൊളിച്ചു മലപ്പുറം ജില്ലയിൽ ഒരു ചെറുപ്പക്കാരൻ. ആ വാർത്തകൾ വായിച്ച് കണ്ണ് പൂട്ടുന്നതിന്റെ മുൻപേ മറ്റൊരു വാർത്ത വീണ്ടും വന്നു. 16 വയസ്സുള്ള ഒരു പെൺകുട്ടി ഗർഭിണിയായി, +1 കാരി. ആരാണ് ഉത്തരവാദി എന്ന് കുടുംബക്കാരും അധ്യാപകരും ഒരുമിച്ച് തെരഞ്ഞപ്പോ പലർക്കും മൂടി വെക്കപ്പെടേണ്ട രീതിയിൽ തകർന്നു പോകുന്ന കണ്ടുപിടുത്തമായിരുന്നു. കാരണം ഈ 16 വയസ്സുകാരിക്ക് ഗർഭമുണ്ടാക്കിയത് അതേ പെൺകുട്ടിയുടെ അനിയൻ 13 വയസ്സുകാരനായിരുന്നു. ചിന്തിക്കാൻ പറ്റുമോ മനുഷ്യരെ നമുക്ക് ഈ സാംസ്കാരിക അപജയം? ആ വാർത്തകൾ ആളുകൾ മൂടിവെക്കാൻ ആഗ്രഹിച്ച് മൂടിവെച്ചതിന്റെ അപ്പുറത്ത് പിറ്റേന്ന് നേരം വെളുത്തപ്പം കേരളക്കര ഉണർന്നത് അതിമാരകമായ മറ്റൊരു വാർത്ത വായിച്ചുകൊണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂട്ടിലുള്ള ഒരു ചെറുപ്പക്കാരൻ, 24 വയസ്സുകാരൻ, വല്യമ്മയും എളാപ്പയും എളേമയും അല്ലെങ്കിൽ സഹോദരിയും കെട്ടാൻ പോകുന്ന പെണ്ണിനെയും സഹോദരനെയും അടക്കം തല തല്ലി പൊളിച്ച് 6 പേരെ നിഷ്കരണം കൊന്നുകളഞ്ഞ കഥ. എന്തിനെന്ന് ചോദിച്ചപ്പം ചെറുപ്പക്കാരൻ പറഞ്ഞു, ബാധ്യതകൾ കൂടുകയാ, അതുകൊണ്ട് ഇനി നോക്കാനൊന്നും എനിക്ക് പറ്റൂല, കൊന്നു കളയാനാ തോന്നിയതെന്ന്. ആ വാർത്തകൾ അവസാനിച്ച് തീരുമ്പോഴേക്കും തൊട്ടടുത്ത് നമ്മളെ താമരശ്ശേരിക്കടുത്ത് ഒരു കുടുംബത്തിന്റെ സ്വപ്നമായി വളർന്നു വരുന്ന ഒരു സാധു പയ്യനെ പരീക്ഷ എഴുതി കുടുംബത്തിന്റെ ഭാരം തോളിലെടുത്ത് തലയിലെടുത്ത് ആ കുടുംബത്തിന്റെ ഭാരം സ്വപ്നം കണ്ട് ജീവിച്ചിരുന്ന ഒരു പാവപ്പെട്ട 16 വയസ്സുകാരനെ സംഘം ചേർന്ന് കൂട്ടിക്കൊണ്ടുപോയി നഞ്ചക്ക് കൊണ്ട് തലതല്ലി പൊളിച്ച് ആ കുടുംബത്തിന്റെ സ്വൈര്യവും സമാധാനവും നഷ്ടപ്പെടുത്തുന്ന സഹപാഠികളുടെ ക്രൂരമായ പീഡനത്തിന് വിധേയമായി മരണപ്പെട്ടുപോയ ഒരു ചെറുപ്പക്കാരന്റെ കഥയും നമ്മൾ കേട്ടു. എങ്ങോട്ടാ മനുഷ്യരെ ഈ സമൂഹത്തിന്റെ പോക്ക്? എവിടേക്കാ ഈ സമൂഹത്തിലെ കുടുംബങ്ങളുടെ പോക്ക്? ഒരു ഭാഗത്ത് മനുഷ്യൻ വളർന്നു, വിദേശ രാജ്യങ്ങളെ പോലെ നമ്മളെ കേരളക്കരയും വളർന്നു എന്ന് അവകാശപ്പെടുമ്പോ ആ വളർച്ചയൊന്നും നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നില്ല. ഈ കേരളക്കരയിലും നമ്മളെ കാരക്കുന്നത്ത് പ്രദേശത്തും 10-40 കൊല്ലങ്ങൾക്ക് മുൻപുള്ള വലിയൊരു വേദന, പ്രവാസ ലോകത്തേക്ക് പോകുന്ന ആളുകൾക്ക് നാട്ടിലേക്ക് ഫോൺ വിളിക്കണമെങ്കിൽ, ഒരു വിവരം അറിയിക്കണമെങ്കിൽ 30 ദിവസം കാത്തു നിൽക്കണമായിരുന്നു ഒരു കത്ത് ഇവിടെ എത്താൻ, ഒരു ചെക്ക് ഇവിടെ എത്താൻ. ആ കാലഘട്ടത്തിൽ ആരോ പറഞ്ഞു ഫോണ് എന്നൊരു സംവിധാനം വരുന്നുണ്ട്, അമേരിക്ക കണ്ടുപിടിച്ചിട്ടുണ്ടോ അല്ലെ, അത് നമ്മുടെ നാട്ടിലും വരും, അങ്ങനെയാണ് ഫോൺ വിളിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ആ ഫോൺ എന്ന സംവിധാനം കേരളക്കരയിൽ വന്നു. എനിക്കറിയാം, ഫോൺ വിളിയൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് 5-6 വീട് അപ്പുറത്തുള്ള ഒരു ലാൻഡ് ലൈനിൽ രാത്രി 9:30 മണിക്കൊക്കെ പോയി കാത്തുനിന്ന ഉമ്മാരി കൂട്ടത്തിലുണ്ട്. ഭർത്താവിന്റെ സംസാരം ഒന്ന് കേൾക്കാൻ, മോന്റെ വാക്കൊന്ന് കേൾക്കാൻ. ആ കാലഘട്ടത്തിൽ ആരോ പറഞ്ഞു ഫോൺ അവനവന്റെ ചെവിയിലെത്തുന്ന ഒരു കാലം വരാനുണ്ട്. വന്നു. പ്രവാസ ലോകത്ത് ജോലി കഴിഞ്ഞ് റൂമിലെത്തുന്ന ഒരു ചെറുപ്പക്കാരന് തന്റെ കിടക്കപ്പായയിൽ കിടന്ന് നാട്ടിലുള്ള പെണ്ണിനെ കണ്ടു വിളിക്കാൻ പറ്റുന്ന ശാസ്ത്ര പുരോഗതിയുടെ വിപ്ലവ ലോകത്താണ് ഞാനുങ്ങളും ജീവിക്കുന്നത്. പക്ഷെ ആ കണ്ടുപിടുത്തം കുടുംബത്തെ ഭംഗിയാക്കിയതാണോ, കുടുംബത്തെ തകർത്തതാണോ? തകർത്തതാ. കാരണം മൊബൈൽ ഫോൺ കൊണ്ട് കുടുംബങ്ങൾ തകരുകയാ.
10ാം ക്ലാസ്സിൽ കൂടെ പഠിച്ച ഗെറ്റ് ടുഗദറിന് കിട്ടിയ നമ്പറുകളിൽ ഇപ്പോഴും അവിഹിത ബന്ധങ്ങൾ ആളുകൾ കൊണ്ടു നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരായുസ് മുഴുവൻ കുടുംബത്തിന് വേണ്ടി ചോര നീരാക്കുന്ന ആ കുടുംബത്തിന്റെ ആണിനെ മറന്ന് ആസ്വാദന ലോകത്തേക്ക് മൊബൈൽ ഉപയോഗിച്ച് രാവ് പകലാക്കി ജീവിക്കുന്ന ഉമ്മമാരുണ്ട്, ആണുങ്ങളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, മക്കളുണ്ട്. ഒരുപാട് സ്വപ്നം കണ്ട് വളർത്തിക്കൊണ്ടുവന്ന മക്കൾ പോലും കൂടെ പഠിച്ചവന്റെ കൂടെ ബാത്റൂമുകളിൽ നിന്ന് ചാറ്റ് ചെയ്ത് ഒരു രഹസ്യ കേന്ദ്രങ്ങളിൽ ചെന്ന് 2 മാലയിട്ട് ഇല്ലോളം തരി പൊന്നില്ലെങ്കിൽ എന്താ എന്ന ഇൻസ്റ്റഗ്രാം റീലിന്റെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോ കണ്ടുപിടുത്തം ഭയങ്കരമാണെങ്കിലും ആ കണ്ടുപിടുത്തം ഒന്നും നമ്മുടെ കുടുംബത്തെ സ്വാധീനിച്ചിട്ടില്ല. തകരുകയാ കുടുംബം. എത്രയേറെ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഭയപ്പാടോട് കൂടിയ പല മാതാക്കളും പിതാക്കളും ജീവിക്കുന്നത്. തൊട്ടടുത്ത് കടന്നുറങ്ങുന്ന മകന്റെ കൈകളാൽ കൊല്ലപ്പെടുമോ എന്ന ഭയം. ആദി ജനിപ്പിച്ച മക്കളാൽ ഇപ്പോഴും നെഞ്ചുപൊട്ടി ജീവിക്കുന്ന കുടുംബങ്ങൾ. അള്ളാഹു ഓർമ്മപ്പെടുത്തിയതുപോലെ വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനക്സിൻ മിനൽ അംവാലി വൽഅൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ. നബിയേ, ഞാൻ അവരെ പരീക്ഷിക്കും. നബിയേ, മിനൽ ഖൗഫി, ഭയം കൊണ്ട് ഞാൻ പരീക്ഷിക്കും. അവർക്ക് സമാധാനമില്ലാത്ത രാവുകൾ ഉണ്ടാവും, സ്വസ്ഥതയില്ലാതെ അവർ കിടന്നുറങ്ങും. ഓരോ നേരം വെളുക്കുമ്പോഴും നെഞ്ചു പൊട്ടിയിട്ടായിരിക്കും അവരെ നിൽക്കുക. ഭയപ്പാടോടെ ആയിരിക്കും അവർ ജീവിക്കുക. ആശങ്കയും ഡിപ്രഷനും നിറഞ്ഞ ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെത്തും. നബിയെ, എന്തിന്റെ പേരിൽ? അവർ അള്ളാഹുവിനെ ധിക്കരിച്ചതിന്റെയും അള്ളാഹു ചൂണ്ടിക്കാണിച്ച മാർഗത്തിൽ നിന്ന് അവർ പിന്തിരിഞ്ഞതിന്റെയും ഫലമായി ഇന്ന് ഈ സമൂഹം നേരിടുന്ന എല്ലാ സമാധാനക്കേടിനും ഒരൊറ്റ കാരണേ ഉള്ളൂ. അത് ലോകം വളർന്നതോ ശാസ്ത്രം വളർന്നതോ അല്ല. അള്ളാഹു നിശ്ചയിച്ച ജീവിത രീതിയിൽ നിന്നും നമ്മൾ മാറി നടക്കാൻ തുടങ്ങി. നമ്മളൊക്കെ പറയാറില്ലേ, ഒരു പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങാൻ പോകുമ്പോ അത് ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമ്മൾ കയറി ചെന്ന് വാങ്ങുന്ന സ്ഥാപനത്തിലെ വ്യക്തിനോട് ചോദിക്കും, ഇതെങ്ങനെയാ ഉപയോഗിക്കേണ്ടി? അത് പറഞ്ഞരി. അയാൾ പറയും നമ്മളോട് ആദ്യം തന്നെ അതിന്റെ സർവീസർ ഇതിൽ ഇത്ര വെള്ളേ ഒഴുക്കാവും, കൂടുതൽ വെള്ളം എടുത്താൽ മിഷ്യൻ കേടാവും. അതിൽ ഇത്ര ലിക്വിഡേ ഒഴിക്കാവും, കൂടുതൽ ലിക്വിഡ് ഒഴിച്ചാൽ ഡ്രസ്സ് കേടാവും. അത് ഇത്ര മണിക്കൂറേ കറങ്ങാവൂ, അത് കോട്ടൺ ആണെങ്കിൽ ഇത്ര മിനിറ്റ്, പോളിസ്റ്റർ ആണെങ്കിൽ ഇത്ര മിനിറ്റ്. ഇതൊക്കെ ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ഒരു വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുക. കാരണം 35,000 ഉറുപ്പ്യന്റെ വാഷിംഗ് മെഷീൻ പെട്ടെന്ന് കേടായി പോയാൽ പിയാപ്പിളക്കും ദേഷ്യാണ്, ഞമ്മക്കും ബേജാറാണ്. കാരണം ഒരു വാഷിംഗ് മെഷീൻ നിർമ്മിച്ച നിർമ്മാതാവ് പറഞ്ഞുതരിക, നിങ്ങൾ ഇങ്ങനെയൊക്കെ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോന്ന്. കൃത്യമായിട്ട് നമ്മളത് പാലിക്കും. കാരണം അത് നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റൂല. എങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച, ഒന്നുമല്ലായ്മയിൽ നിന്ന് ഈ കാണുന്ന കോലത്തിൽ നമ്മളെ വളർത്തി വലുതാക്കിയ, ശരീരത്തിന്റെ ഞരമ്പുകളെയും മാംസങ്ങളെയും രക്തങ്ങളെയും സംവിധാനിച്ച, 12 ഞരമ്പുകളാൽ കണ്ണുകളുടെ വർണ്ണലോകം മനുഷ്യന് തുറന്നുകൊടുത്ത, മനുഷ്യന്റെ ചെറുകൊടലിലും വൻകൊടലിലും സസ്യവും മാംസവും ഒരുമിച്ച് ദഹിപ്പിക്കുന്ന, മനുഷ്യന്റെ പല്ലുകളേക്കാൾ ലോകത്ത് മറ്റേത് മിക്സിയേക്കാളും എളുപ്പത്തിൽ കഷണങ്ങളാക്കാൻ പറ്റുന്ന പല്ലുകളെ കൊടുത്ത, 2 എല്ലില്ലാത്ത ചുണ്ടുകളെ കൊണ്ട് സംസാരിക്കാനും നാവിനെ കൊണ്ട് പ്രയോഗവൽക്കരിക്കാനും കഴിവ് കൊടുത്ത, ഈ 2 ഓട്ടകളെ കൊണ്ട് ലോകത്തുള്ള സർവ്വ ശബ്ദങ്ങളും കേൾക്കാൻ സംവിധാനിച്ച മനുഷ്യ സൃഷ്ടിപ്പിനെ സൃഷ്ടിച്ച റബ്ബ് പറയുന്നു, നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ ജീവിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമാധാനം കിട്ടൂ. അതുപോലെ ജീവിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും ഭംഗിയായി സമാധാനത്തോടെ ചിട്ടപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു മനുഷ്യരോട് ഓർമ്മപ്പെടുത്തുകയാ, അത് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ 2 അള്ളാന്റെ നിയമത്ത് നിങ്ങൾക്ക് കിട്ടും. ഫലാ ഹൗഫുൻ, നമുക്കൊരു പേടിയും ദുനിയാവ് പേടിക്കേണ്ടി വരില്ല. ഒന്നിന്റെ പേരിലും ദുനിയാവ് നിങ്ങൾ പേടിക്കൂല. വലാഹും യഹ്സനൂൻ, ദുഃഖമെന്നതും അള്ളാഹു നിങ്ങളെ ബാധിപ്പിക്കുകയില്ല. അള്ളാഹുവിന്റെ ദീനിനെയും അള്ളാഹുവിന്റെ നിയമത്തെയും അള്ളാഹുവിന്റെ റസൂലിലൂടെ അള്ളാഹു താല കാണിച്ചു തന്ന ജീവിതവും നമ്മൾ സ്വീകരിച്ച അള്ളാഹു വാക്ക് നൽകുന്ന 2 ക്വാളിറ്റിയാ. ഒന്ന് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരികയില്ല, ഒന്ന് നിങ്ങൾ ഭയപ്പെടേണ്ടിയും വരികയില്ല. അപ്പൊ ഇന്ന് നമ്മൾ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ സമാധാനം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേയുള്ളൂ, അള്ളാഹുവിന്റെ ദീനിൽ നിന്ന്
നമ്മൾ മാറി നടന്നു. റബ്ബിന്റെ ദീനിനെ കേവലം യാന്ത്രികമായി നിസ്കരിക്കുന്നു, നോമ്പുവെൽക്കുന്നു എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ചൊരു മാറ്റവും നമ്മളെ ജീവിതത്തിൽ വരാതായി. 5 വക്ത് നിസ്കരിക്കുന്നവന്റെ മനസ്സിൽ കുശുമ്പും അസൂയയും ഉണ്ടാകുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർക്ക് കുടുംബം നന്നാക്കാൻ പറ്റാതായി പോകുന്നു, തമ്മിലടിക്കുന്നു, ബന്ധക്കാർ അലോഗ്യത്തിലാവുന്നു. ദുനിയാവിൽ പടച്ചോനെ സ്നേഹിക്കുന്നു എന്ന് വസ്ത്രം കൊണ്ട് അള്ളാഹനെ ബോധ്യപ്പെടുത്തിയിട്ടും സ്വന്തം കുടുംബത്തിൽ അള്ളാഹുവിന്റെ ചിട്ടകൾ കൊണ്ടുവരാൻ പറ്റാതായി പോകുന്നു. കാരണം നബിയെ, ഞാൻ അവർക്ക് അറിയിച്ചു കൊടുത്ത എന്റെ ദീനിനെ അവരെന്ന് കൈവിട്ടോ അന്നു മുതൽ അവർ സങ്കടം അനുഭവിക്കേണ്ടി വരും, അവരുടെ സമാധാനം നഷ്ടപ്പെടും, അവരെ സ്വസ്ഥത ഇല്ലാണ്ടാകും നബിയെ. അതുകൊണ്ട് അവരോട് പറ പ്രവാചക, ഒന്നുമല്ലായ്മയിൽ നിന്ന് അവരെ സൃഷ്ടിച്ച എന്റെ വാക്ക്, എന്റെ ജീവിത രീതി അവരോട് പിന്തുടരാൻ പറയുന്ന നബിയെ. അതുകൊണ്ട് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയതും മിൻ അയ്യി ഷൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ സുമ്മ സബീല യസ്സറ സുമ്മ അമാതഹു ഫഅക്ബറ സുമ്മ ഇദാ ശാഅ അൻശറ. അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യ, മനുഷ്യർ നിങ്ങൾ എവിടെ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയോ? എവിടെ നിന്നാണ് നിങ്ങൾ വന്നത് നിങ്ങൾക്കറിയോ? എവിടേക്കാണ് നിങ്ങളെല്ലാവരും അവസാനം പോകേണ്ടതെന്ന് നിങ്ങൾക്കറിയോ? ഈ കാരക്കുന്നത്തെ പ്രദേശത്ത് നമ്മളെക്കാൾ സമ്പത്തുള്ളവരും നമ്മളെക്കാൾ ജീവിതം ആസ്വദിച്ച ഒരുപാട് മനുഷ്യന്മാരുണ്ടായിരുന്നു. അവരൊക്കെ ഇന്ന് കാണാൻ പാകത്തിലുള്ള ഈ 6 അടി മണ്ണിന്റെ അടിയിലാണ്. നമ്മൾ ഇവിടുന്ന് നോക്കുമ്പം ആകെ 3-4 പറമ്പും 10-60 സെന്റേ നമ്മൾ കാണുന്നുള്ളൂ എങ്കിൽ 6000 കോടിയുടെ വിസ്താരമായ ഒരു കബറെന്ന ലോകം ഈ മണ്ണിനടിയിൽ പടച്ചവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമ മുതൽ ഈ തൊട്ടു മുൻപ് മരണപ്പെട്ട വ്യക്തി വരെ പടച്ചോന്റെ മണ്ണിന്റെ അടിയിൽ കബറെന്ന ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ് ഒരുമിപ്പിച്ചു കൂട്ടുന്ന മഹിശറയിൽ എത്തുന്നതിന്റെ മുൻപ് 1000 കൊല്ലം ഞാനും നിങ്ങളും ജീവിക്കേണ്ടത് അള്ളാഹുവിന്റെ മണ്ണിന്റെ അടിയിലാണ്. ആ മണ്ണിന്റെ അടിയിലേക്ക് നമുക്ക് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ആദ്യം ദുനിയാവിലെ ജീവിതം സമാധാനാക്കണം. ഈ ദുനിയാവിലെ ജീവിതം ഏറ്റവും മനോഹരമാക്കാൻ പറ്റണം. ആ മനോഹരമാക്കുന്നതിന് അല്ലാഹു തആല ഒരിക്കലും എല്ലാം പിടിച്ചു വെച്ച് സങ്കടപ്പെട്ട് ജീവിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ജീവിതത്തിന്റെ ഓരോ രംഗത്തും ആലോചിച്ചു നോക്കൂ. അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും വലിയ സമാധാനത്തിലെത്തുന്നത് എപ്പോഴാ? അവൻ അവന്റെ സ്വയം സ്വഭാവം നന്നാക്കുമ്പോഴാണ്. ഇന്ന് ഞാൻ പറയാറുണ്ട്, നാട്ടിലെ എല്ലാവരുടെ സ്വഭാവം നന്നാക്കാനും നമ്മളുണ്ടാവും. ആരാന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ എല്ലാവരോടും നമ്മൾ പറയും, ഓൾ അങ്ങനത്തോള, ഇവൾ ഇങ്ങനത്തോള, മൂപ്പര അങ്ങനത്തോന, മൂപ്പട് ഇങ്ങനത്തോള എന്നൊക്കെ പലരും പറയും. പക്ഷെ ഒരു വ്യക്തിയുടെ ഏറ്റവും നല്ല സൂക്ഷ്മത അവനവന്റെ ജീവിതത്തിൽ അവനവന്റെ സ്വഭാവം നന്നാക്കുക എന്നുള്ളതാണ്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുകും ഖുലുഖ. ജനങ്ങളിൽ ഏറ്റവും ഈമാൻ പൂർത്തീകരിക്കപ്പെടുന്നവർ സ്വന്തം സ്വഭാവത്തെ നന്നാക്കിയവരാണ്. സ്വന്തം സ്വഭാവത്തിന്റെ പോരായ്മകളെ പറ്റി ചിന്തിക്കുന്നവരാണ്. എന്റെ സ്വഭാവത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് തിരുത്തണം റബ്ബേ എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ താനേ മാറ്റിത്തരുന്ന, താനേ പടച്ചോ മാറ്റിത്തരും. നമ്മളൊരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മളൊരു വലിയ അനുഗ്രഹമാണോ എന്ന് നമ്മൾ സ്വന്തം ചോദിക്കണം. ഞാൻ കയറി വന്ന കുടുംബത്തിൽ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് വിഷമം തോന്നരുത് കേട്ടോ. ഒരു കുടുംബത്തിലേക്ക് ഒരു ഭാര്യ എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഒരു ഉമ്മ എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഒരു മരോള് എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ, ഒരു നാട്ടിൽ ജീവിക്കുന്ന, ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് പടച്ചോൻ എന്റെ കുടുംബത്തിൽ, ഞാൻ ചെന്ന വീട്ടിൽ ഞാനൊരു വലിയ അനുഗ്രഹമാണോ എന്ന് നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കി. ഈ ഒരു വ്യക്തി എന്ന നിലക്ക് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ എത്രത്തോളം നമ്മളൊരു അനുഗ്രഹമാണെന്ന് സ്വയം ചിന്തിക്കണം. എങ്കിലേ നമുക്കും സമാധാനം കിട്ടൂ, നമ്മൾ ഇടപെടുന്നിടത്തും സമാധാനം കിട്ടൂ. ഒരു കുടുംബത്തിനെ പറ്റിയൊക്കെ ചിലർ പറയാറില്ലേ, ആ അമ്മ ഉള്ള കാലത്ത് ആ കുടുംബം രസായിരുന്നു, പക്ഷേ കുറെ മരക്കൾ കയറി വന്നതോടുകൂടി പോയി, ആ പൊരക്ക് തന്നെ പോകാൻ തോന്നൂല, ഒരാൾക്ക് വെള്ളം കിട്ടൂല എന്ന് പറയാറുണ്ട്. എന്നാൽ വേറെ ചില കുടുംബത്തിനെ പറ്റി പറയും, അല്ലാഹു അക്ബർ, ആ പൊരയിൽ ആ മരോള് വന്നതിന് ശേഷം ആ വീട്ടിലേക്കൊന്ന് കയറി ചെല്ലാൻ തോന്നിയത്. ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ, അവന്റെ സ്വയം സ്വഭാവത്തെ അവൻ സ്വയം ചിന്തിച്ച് തിരുത്താത്ത കാലത്തോളം നിങ്ങളൊരു 150 വയസ്സ് കേട്ടാലും നമുക്ക് സമാധാനം കിട്ടൂല. നമ്മൾ ആശങ്കപ്പെടും. നമ്മളെ സ്വഭാവത്തെ പറ്റിയും ആ സ്വഭാവം കൊണ്ട് മറ്റൊരാൾക്കുണ്ടാകുന്ന വരുത്തി വെക്കുന്ന ഫിത്തിനെ പറ്റിയും നമ്മൾ സങ്കടപ്പെടും. അതുകൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും
നിങ്ങളൊരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ മാതൃകയാവണം. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഞാൻ ആദ്യം പറയുന്നതും അതാ. ഇന്നത്തെ സമാധാനം നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ദുനിയാവിനെ അത്രയേറെ വാരിപ്പിടിക്കുന്ന മാതാപിതാക്കളായി മാറി. ആളുകൾക്ക് ആഹാരം വേണ്ട, ദുനിയാവിന്റെ പവർ പത്രാസ്. അതുകൊണ്ടാ എന്തൊക്കെ വന്നത്? ആഘോഷങ്ങൾ മാറി മാറി വന്നു. ഓരോ ആഘോഷങ്ങളും മാറി മാറി വരുമ്പോ നമുക്ക് അതിനൊരൊറ്റ ലക്ഷ്യമുള്ളൂ, നാട്ടുകാരെ സപ്പോർട്ട്, ജനങ്ങളുടെ സർട്ടിഫിക്കറ്റ് അല്ലേ. ഞാൻ പറയാറുണ്ട്, പണ്ടൊക്കെ കല്യാണം കഴിക്കാൻ പോകുമ്പോ ഒന്നും ഉണ്ടായില്ലായിരുന്നു, സ്ത്രീധനായിരുന്നു വലിയ ബേജാറ്. അവനാന്റെ പെൺകുട്ടികളെ ആൺമക്കളെയും സ്ത്രീധനം കൊണ്ട് കെട്ടിച്ചു വിട്ടവരും വാങ്ങിയവരും ഒക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അന്ന് ഓരോ പെൺമക്കളെ വാപ്പാർക്കും പേടിയായിരുന്നു. ആ സ്ത്രീധനം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കൃത്യമായ ഇടപെടലുകളിലൂടെ ഈ കേരളക്കരയിൽ നിന്നും അത് നീക്കം ചെയ്യപ്പെട്ടു. പൂർണ്ണമായിട്ടും നീക്കം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും ഉള്ളുകൂടപ്പളും വാങ്ങുന്നവരുണ്ട്. അതുപോലും പടച്ചോനും തമ്മിലാവട്ടെ. അതിനുശേഷം ഈ കേരളക്കരയിലേക്ക് പലരും പുതിയ ആചാരങ്ങളായി കൊണ്ടുവന്നു. ഒരു പരിധിവരെ മുസ്ലിം ഉമ്മത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, എവിടെ മുതലാ നമ്മളെ സമാധാനം നഷ്ടപ്പെട്ട്? ഏത് കാലം മുതൽക്കാ നമ്മളെ സ്വൈര്യം നഷ്ടപ്പെട്ട്? കയറിക്കൂടാൻ ഓലപ്പരയുള്ള കാലത്ത് കുടുംബത്തിൽ സമാധാനം ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്റെ വല്യമ്മ വയലുകളിലൊക്കെ പണിയെടുത്തിട്ട് കുത്തിക്കൊണ്ടുവരുന്ന അന്നത്തെ ഒരു ഓർമ്മയാണ്. ഒരു ചുവന്ന പൊടിയനുണ്ടാകുക, നമ്മളതിന് തവിട് എന്നൊക്കെ പറയും, അതിൽ പഞ്ചസാരയിട്ട് തിന്നുന്ന കാലഘട്ടം. വീട്ടിന്റെ ഉത്തരത്തിൽ നിന്ന് ഓലകൾ നീക്കം ചെയ്ത് വീട്ട് വാർക്കുന്ന, അതല്ലെങ്കിൽ വീട്ടുകെട്ടൽ. അന്നത്തെ തലേന്ന് രാത്രി കിടന്നുറങ്ങുന്ന ആകാശം നോക്കുമ്പോൾ ആഹ്ലാദമായിരുന്നു. എന്തിന്? നാളെ പുട്ടും പുളക്കറിയും കിട്ടല്ലോ എന്ന്. അന്ന് അതായിരുന്നു മെയിന്. ആ ആസ്വാദനമായിരുന്നു മെയിന്. വൈകുന്നേരം കുടുംബത്തിലേക്ക് സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഉച്ചക്കത്തെ ഭക്ഷണം സ്കൂളിലത്തേത് പറ്റിയിട്ടില്ലെങ്കിലും വീട്ടിൽ ഒരുക്കി വെച്ച ഭക്ഷണം വാരി വലിച്ച് തിന്ന് ശരീരത്തിലേക്ക് അതല്ലെങ്കിൽ കൈകളിലേക്ക് എന്തെങ്കിലും ഒരു വടിയുമെടുത്ത് കളിക്കാനോടുമ്പോ എല്ലാവരും സുരക്ഷിതരാ. അയൽപ്പക്കക്കാരന്റെ മതിലിന് അത്ര വലുപ്പല്ല. അയൽപ്പക്കക്കാരൻ പട്ടിണി കിടക്കുന്നുണ്ട്, അവന് പോരായ്മണ്ടും ചോദിച്ചാൽ അറിഞ്ഞോണ്ട് 2 കർമൂസ തള്ളിയിട്ടിട്ട് ഒന്നപ്പുറത്തേക്ക് കൊടുത്തിട്ടേ സ്വന്തം വീട്ടിൽ വെച്ചിട്ടുള്ളൂ. ചക്കകൾ പോലും മാക്സിമം അതിന്റെ കുരുവടക്കം ഉപയോഗിച്ചിരുന്നു. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയോ? എവിടെ മുതലാണ് നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടത് എന്നറിയോ? നമ്മൾ ഈ ചരിത്രത്തിൽ നിന്ന് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ദുനിയാവിന് വലിയ പ്രാധാന്യം വരാൻ തുടങ്ങി. പവറിനും പത്രാസിനും ഈഗോക്കും സ്റ്റാറ്റസിനും വേണ്ടി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറി. വിവാഹങ്ങൾ ദൂർത്തായി മാറി, ബന്ധങ്ങൾ അകലാൻ തുടങ്ങി. പരസ്പരമുള്ള സ്നേഹത്തിന് പകരം പരസ്പരമുള്ള വെറുപ്പും ദേഷ്യവും ആളുകളുടെ ഹൃദയത്തിൽ സ്വാധീനിച്ചു. എത്രത്തോളം എന്ന് ചോദിച്ചാ ഞാൻ പറയാറുണ്ട്, പണ്ടൊക്കെ സ്ത്രീധനായിരുന്നു വിഷയെങ്കിൽ ഇപ്പൊ എന്തൊക്കെയാ വന്ന് നമുക്കറിഞ്ഞൂടാ. എന്നാലും നമ്മളിങ്ങനെ ചിലരുടെ സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോൾ കാണല, ബ്രൈറ്റ് ടു ബി. ഓളെ കല്യാണം കഴിപ്പിച്ചെടുക്കാൻ ബീച്ച് കൊണ്ടുപോയിട്ട് മാലടിച്ച് ഫോട്ടോ എടുപ്പിക്കുക. ഇതെന്തിനാപ്പം? ഒന്ന് മനസ്സറിഞ്ഞൊന്ന് ചിന്തിച്ചു നോക്കി നിങ്ങള്. എന്തിനാ ബ്രൈറ്റ് ടു ബി? സ്റ്റാറ്റസിടെ, ഇൻസ്റ്റഗ്രാമിലൂടെ, അല്ലാണ്ട് പടച്ചോന്റെ കൂലിയിട്ടാനാ? വേറെന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് അതിനെ കൊണ്ട് ഗുണമുണ്ടോ? എന്നിട്ട് ഉമ്മാര് ചട്ടയും മുണ്ടും ധരിപ്പിച്ചിട്ട് നാട്ടിലുള്ള ആളെയും കൂട്ടി പോവുക അമ്മി കൊത്താൻ വേറെ കുടുംബത്തിലേക്ക്. എന്നിട്ട് അത് സ്റ്റാറ്റസ് ഇട്ടിട്ട് നാട്ടുകാരെ ബോധ്യപ്പെടുത്തുക. കല്യാണ ഞാള് കെങ്കേമമാക്കി. ആസ്വാദന ലോകത്തേക്ക് നമ്മൾ മാറി. ബ്രൈറ്റ് ടു ബി മാറി, സേവ് ദി ഡേറ്റ് വന്നു. ആളുകൾ കാണാനിറക്കുന്ന തോന്നിവാസങ്ങൾ വീഡിയോയിൽ പകർത്തിയിട്ട് കല്യാണ ക്ഷണം തുടങ്ങി, സേവ് ദി ഡേറ്റ്. അത് അവസാനിച്ചപ്പോ പുതിയത് വന്നു, വെറ്റില കല്യാണം, മഞ്ഞ കല്യാണം, പച്ച കല്യാണം, മൈലാഞ്ചി കല്യാണം. ഇത് അവസാനിച്ചപ്പോ പുതിയത് മുതൽ വേറെ വന്ന് കഴിഞ്ഞ 5 വർഷത്തിന്റെ ഇങ്ങോട്ട് ഒരുക്കാൻ കോസ്മെറ്റിക്കുകളുടെ ഒരു ജീവിത ആസ്വാദന ലോകം, കോസ്മെറ്റിക് ലോകം. ആ കോസ്മെറ്റിക് ലോകാണിപ്പോ ലേ. എത്ര ഒരുക്കിയാലും മതിയാവാത്ത സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ, കാരണം കറുപ്പ് വെറുപ്പാണെന്നും വെളുപ്പാണ് സ്നേഹമെന്നും നമ്മൾ വരെ കാണിച്ചു കൊടുക്കുക. കറുപ്പിന് കറുപ്പിന്റേതായ അഴകുണ്ടെന്നും ഇരുകറുപ്പിന് ഇരുകറുപ്പിന്റേതായ ഭംഗിയുണ്ടെന്നും ജനങ്ങളെ മനസ്സുകൊണ്ട് സ്വീകരിപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇരുകറുപ്പിനെയും കറുപ്പിനെയും വെളുപ്പിച്ചെടുത്ത് അവതരിപ്പിച്ചാലേ അഴകുള്ളൂ എന്ന ഒരു ദുഷിച്ച പൗരോഹിത്യത്തിൻ്റെതല്ല, ദുഷിച്ച യൂറോപ്യന്മാരുടെ ചിന്ത നമ്മൾക്കിടയിൽ വന്നു. ആ ചിന്ത കൊണ്ട് എന്തായി? വാപ്പാർക്ക് ഏറ്റവും ബേജാറ് വിവാഹത്തിന്റെ 3 ദിവസത്തിന് 50,000 റുപ്യ വരെ കോസ്മെറ്റിക് ബ്യൂട്ടീഷ്യന്മാർക്ക് കൊടുക്കണം. കൊടുത്തവരുണ്ട്, ആക്ഷേപിക്കല്ലോ. അതിന്റെ ദുരന്തം പറഞ്ഞു തരിക. ഞാൻ കഴിഞ്ഞ ഇവിടുത്തെ പ്രസംഗത്തിൽ ഞാൻ അത് സൂചിപ്പിച്ചിട്ടുണ്ട്.
എത്രത്തോളം അബദ്ധത്തിലേക്കാണെന്ന്. 10 അല്ലെങ്കിൽ 7 വയസ്സ് 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ ചുണ്ടിൽ പോലും കോസ്മെറ്റിക് തേച്ചിട്ട് അവിടുന്ന് പത്രക്കാരും സാമൂഹ്യ മാധ്യമങ്ങളും ആവർത്തിച്ച് പഠിപ്പിച്ചു. 10,000കണക്കിന് മെർക്കുറിയാണ് ഒരു കുട്ടിയുടെ വയറിലെത്തുന്നത് ചുണ്ടിൽ ചായം തേക്കുന്നതോടെ. 10% എത്തിയാൽ പോലും ഒരു കുട്ടിയുടെ വൃക്ക തകരാറിലാകുമെന്ന് ശാസ്ത്രവും കണ്ടുപിടുത്തങ്ങളും കോസ്മെറ്റിക് ലോകവും കൃത്യമായി എഴുതി വെച്ചിട്ടും തേക്കുന്ന ചുണ്ടുകളിലെ ചായം കൊണ്ട് നിരവധി വൃക്കരോഗികൾ ഇന്ന് കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുക. കേരളത്തിൽ കൂടുന്ന 2 വ്യവസായം ഏതാണെന്നറിയോ നിങ്ങൾക്ക്? ഒന്ന് ഹോട്ടലും ഒന്ന് ആശുപത്രിയാണ്. രണ്ടിലും നല്ല കച്ചവട. കാരണം ഒന്ന് വളരുമ്പം മറ്റവും വളരും. ഹോട്ടൽ വളരുമ്പം ഹോസ്പിറ്റലും വളരും. ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നലെയൊക്കെ കോഴിക്കോട് സിറ്റിയിൽ റോഡിന്റെ സൈഡിൽ കൂടെ വെറുതെ ഞാനൊരു പ്രഭാഷണം കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു വരുമ്പം കുറേ കുപ്പികൾ, ആ കുപ്പികളിൽ മാങ്ങണ്ട്, വേറെന്തൊക്കെ ഉണ്ട്, അതൊരു ഓരോ മസാലയിൽ ഇങ്ങനെ മുക്കിയെടുത്ത് തരിക. അപ്പോൾ പറയുന്നുണ്ട് ഇത് കഴിച്ചാൽ നിങ്ങളെ ഉമ്മ അത്തായത്തിന് വിളിക്കണ്ട. എന്താ? ഉറങ്ങാൻ തന്നെ ആവൂല, അത്രക്ക് കത്തി പോകുന്ന സാധന. മുളകിലും സുർക്കയിലിട്ട് പൊയ്പ്പിച്ചെടുത്ത് ഇത് കഴിക്കാൻ പെടുന്ന ആൾക്കാർ വണ്ടി പിടിച്ചു പോവുക റോട്ടിന്റെ സൈഡിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ. എത്ര ആളുകൾ, എത്ര രോഗികൾ. പ്രിയപ്പെട്ടവരെ, നമ്മളെ സമാധാനം നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തുക. പൈസ കൊടുത്തിട്ട്, പണം കൊടുത്തിട്ട്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ, ഇന്ത്യ മഹാരാജ്യത്ത്, ലോകത്ത് കോസ്മെറ്റിക്കുകൾ മാത്രം ഒരു ആസ്വാദന ലോകത്തേക്ക് നമ്മളെ മക്കൾ മാറി അണിഞ്ഞൊരുങ്ങുക. എന്തിന്? ആളുകളുടെ ശ്രദ്ധ കിട്ടാൻ, ആളുകളുടെ ആകർഷണം കിട്ടാൻ. ആ ലോകത്തേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മുടെ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടാൻ തുടങ്ങി. നമുക്ക് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ മക്കളെത്താൻ തുടങ്ങി. ആരുടെ കൂടെ പോകുന്നു, ആരുടെ കൂടെ വരുന്നു, എവിടേക്കാണ് എൻ്റെ മക്കളുടെ പോക്ക് എന്ന് ചിന്തിക്കപ്പെടാത്ത ദുരന്തത്തിലേക്ക് നമ്മളെ നാടുകൾ എത്തിത്തുടങ്ങി. അതിൻ്റെ സങ്കടങ്ങളാ ഇന്ന് മക്കൾ അനുഭവിക്കുന്നതും നമ്മൾ അനുഭവിക്കുന്നതും. അതുകൊണ്ടാ മക്കൾക്ക് തോന്നിയത് ലിബറൽ മനോഭാവം മക്കളെ മനസ്സിലേക്ക് കുത്തിവെക്കപ്പെട്ടു. 15 സെക്കൻഡ് കൊണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ മക്കള് ഇനി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു ദുരന്തം എന്താണെന്നറിയോ? അവൻ 15 സെക്കൻഡ് മാത്രമേ അവന്റെ ബ്രൈറ്റിനെ അവൻ കറക്റ്റ് ചെയ്യുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ 15 സെക്കൻഡിന്റെ ഇടയിൽ അവന്റെ തീരുമാനം മാറ്റാൻ ഒരു റീൽസിന് സാധിക്കും. 15 സെക്കൻഡ് കൊണ്ട്. നമ്മളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഒരു മാറ്റം വരുത്തിയത് എങ്ങനെയായിരുന്നു? 1:45 വയസ്സ് കൊടുന്ന് കേട്ടാൽ എണീറ്റ് പോകുമ്പോൾ വിചാരിക്കാനൊന്ന് മാറണം. 15 സെക്കൻഡ് കൊണ്ട് അത്രയേറെ സ്വാധീനം മക്കളുടെ ഹൃദയത്തിലേക്ക് എത്തുമ്പോൾ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, നമ്മളെ കുടുംബത്തിൽ, നമ്മളെ മക്കളിൽ. അതാണ് നമ്മളെ സമാധാനക്കേട്. പ്രാർത്ഥിക്കണം റബ്ബിനോട് അതിന്റെ ചിട്ടകൾക്കനുസരിച്ച്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്താണോ നമുക്ക് ആവേശം മറ്റുള്ളവരെ അറിയിക്കാൻ, ആ അറിയിക്കാൻ ആവേശം പലതും ഇല്ലാണ്ടായപ്പോ ജനങ്ങൾ പുതിയ കണ്ടെത്തി വന്നു. കോഴിക്കോട് ഏകദേശം ഒരു 13 കൊല്ലം മുൻപായിരുന്നു മഞ്ഞ കല്യാണം ആദ്യമായിട്ട് തുടങ്ങി. എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട്. അതൊരു പുതിയൊരു തറവാട് കൊണ്ടുവന്ന ഒരു സമ്പ്രദായമായിരുന്നു എല്ലാവരും ഒരു മഞ്ഞിടുക എന്നുള്ളത്. അങ്ങനെ അന്ന് അതിന്റെ 3 ദിവസങ്ങൾക്കപ്പുറം ഷാദുലിപ്പള്ളിയിൽ ഞാൻ അതിനെതിരെ ഒരു കുത്തുബ പറഞ്ഞു. അന്ന് ആൾക്കാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അവരെ പൈസ, അവരെ സന്തോഷം, നിങ്ങൾ എന്തിനാ അതിനെ വിമർശിക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു, നാളെ എൻ്റെ മോളും പറയും കെട്ടാൻ പ്രായമാകുമ്പോൾ ഇങ്ങനെയൊക്കെ വേണം. നമുക്കത് തിരുത്താനാവൂല. ആചാരങ്ങൾ അത്രയേറെ മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കും. അത് നടത്താത്തവരൊന്നും ഒരു കല്യാണം, ഒരു കുമ്മില്ലാത്തവരാ, പിശുക്കന്മാരാ എന്നുള്ള അർത്ഥം വരും. കൊടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ പലരും സങ്കടപ്പെടും. സ്ത്രീധനം കടം വാങ്ങിക്കൊടുത്തെങ്കിൽ കടം വാങ്ങി ഈ ആചാരങ്ങൾ നടത്തപ്പെടുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നമ്മളെ നാട് മാറും. അന്ന് പലരും വിമർശിച്ചു, തെറി പറഞ്ഞു. ഈ 13 കൊല്ലങ്ങൾക്ക് ഇപ്പുറങ്ങൾ ആലോചിച്ച് നോക്കി. ആർക്കത് തിരുത്താൻ പറ്റിയ? ആർക്കാ അതിൽ നിന്ന് മാറിക്കാൻ പറ്റിയ? എത്രത്തോളം എന്ന് ചോദിച്ചാ, കാണുന്ന പെൺകുട്ടിക്ക് കൊടുക്കുന്ന മുട്ടായിയുടെ കാര്യത്തിൽ പോലും നമ്മൾ അഹങ്കാരികളാവാൻ തുടങ്ങി. ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു പെൺകുട്ടീനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ അവരുടെ വേണ്ടപ്പെട്ട കുടുംബക്കാർക്ക് നിങ്ങളുടെ മധുരം കൊടുക്കുന്നതിന് പ്രശ്നമല്ല. അത് ഇസ്ലാം നിരോധിച്ചിട്ടില്ല. അത് അവൾക്ക് മാത്രം എന്നാ പറഞ്ഞത്. നീ ഇഷ്ടപ്പെട്ടു പോന്നവൾക്ക് അവൾക്ക് നേരെ കൊടുക്കണം എന്നല്ല, അവളുടെ ഉത്തരവാദിത്തപ്പെട്ട രക്ഷിതാവിന്റെ കയ്യിൽ അവൾക്കുള്ള ഒരു മധുരം കൊടുത്താൽ എനിക്ക് കുറ്റല്ല. ആ സ്ഥാനത്ത് അതിപ്പോ എന്തായി മാറി? ഓരോന്നും കുത്തുബ് മീനാറാ, കിറ്റ്കാറ്റിന്റെ കുത്തുബ് മീനാറ്, മറ്റേത് ആൾക്കാർ പവർ കളിക്കാൻ പോവുക. അതിന്റെ പേരിൽ ഒരു കുടുംബം തെറ്റി. ഒരു ചെറുപ്പക്കാരൻ നെഞ്ചു പൊട്ടി കരഞ്ഞിട്ടുണ്ട് എന്റെ മുൻപെന്ന്. കാരണം ഓനാകെ കൊടുത്തത് 4000 ഉറുപ്പ്യന്റെ മുട്ടായി. ഏത്? ഞാനൊക്കെ എൻ്റെ ഓക്ക് കൊടുത്തത് 250 ഉറുപ്പ്യന്റെ ഒരു മുട്ടായി ആയിരുന്നു. ആ കാലഘട്ടം മാറി. 5000 ഉറുപ്പ്യൻ്റെ കൊടുത്തിട്ടും
മുട്ടായി കൊടുത്ത് തിരിച്ചു പോകുന്നതിന്റെ പിറ്റേന്ന് കുടുംബം വിളിച്ചു പറഞ്ഞ പോലെ ഇത് മുന്നോട്ട് പോകില്ല. കാരണം കൂട്ടുകാരികൾ ചോദിച്ചു പോലും എനിക്ക് എത്രേ കിട്ടിയിട്ടുള്ളൂ, കൂട്ടുകാരികൾക്കൊന്നും മുട്ടായി കൊടുക്കാൻ തികഞ്ഞില്ല, അതുകൊണ്ട് ഓർക്ക് എന്തോ താല്പര്യക്കുറവുണ്ട്. ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി. ഇങ്ങനെ ഓരോന്നും നമ്മൾ പുതിയത് നമ്മൾ കണ്ടെത്തി, നമ്മൾ ആസ്വാദനത്തിന് വേണ്ടി. എന്തൊക്കെയെന്ന് ചോദിച്ചാൽ വയസ്സറിയിച്ച കല്യാണം, കാതുകുത്ത് കല്യാണം, മൂക്കുത്തിയ കല്യാണം, വള്ളകാണൽ കല്യാണം, കൂട്ടിക്കൊണ്ടുപോകുന്ന കല്യാണം, ഇതൊക്കെ നമ്മൾ വരുത്തിയതാ. ഇതുകൊണ്ടുള്ള ദുരന്തം എന്താണെന്ന് നിങ്ങൾക്ക് ഇതിൽ ഇസ്ലാമിൽ പാടില്ല എന്ന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇസ്ലാമിൽ അതിന് തെളിവില്ലെങ്കിലും നമ്മൾ നടപ്പിലാക്കുന്ന ഒരാചാരം ഒരു സമൂഹത്തെ ഒന്നടങ്കം പിന്തുടരാനും പ്രേരിപ്പിക്കുന്നതും നശിപ്പിക്കുന്നതുമാണെങ്കിൽ നാളെ പടച്ചോന്റെ അടുത്ത് നമ്മൾ വലിയ ഉത്തരം പറയേണ്ടി വരും. അത് ഇസ്ലാമാണ് എന്ന് അള്ളാന്റെ മുൻപിൽ പറയാനും പറ്റൂല. അതിന് ചെലവാക്കിയതിന് ഏത് വകുപ്പ് പെടുത്തുന്നു ചോദിച്ചാൽ അള്ളാഹു ഒറ്റ വകുപ്പേ പറയുന്നുള്ളൂ, ഇന്നൽ മുബദ്ദിന കാനൂ ഇഖ്വാന ശയാത്തീൻ. അത് ധൂർത്താണ്. അപ്പൊ ധൂർത്തിന് വേണ്ടി പണം ചെലവാക്കിയ അള്ളാന്റെ അടുത്ത് കൂലി കിട്ടുമോ? ഇല്ല. അപ്പൊ സ്വാഭാവികമായും അതിന്റെ നിരർത്ഥകതയും ദുരന്തവും ഈ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉലമാക്കൾ അത് ബോധ്യപ്പെടുത്തുമ്പോൾ അവർക്ക് ആളുകളോട് താല്പര്യം ഉണ്ടാവുന്നില്ല. ഞാൻ എൻ്റെ കുടുംബത്തോട് പറയുന്നത്, എൻ്റെ നാട്ടുകാരോട് പറയുന്നത്, ഒരുപക്ഷെ അറിവില്ലായ്മ കൊണ്ടും അബദ്ധങ്ങളെ കൊണ്ടും പലതും സംഭവിച്ചേക്കാം. പക്ഷെ ഇനി അങ്ങോട്ടെങ്കിലും നമ്മളെ മക്കളെ എന്താണ് പടച്ചോന്റെ ദീന് എന്നറിയിക്കപ്പെടുന്ന സദസ്സുകളിലും സംഗമങ്ങളിലും നമ്മളെ മക്കളെ സാന്നിധ്യം നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മുടെ ഏറ്റവും വലിയ സമാധാനത്തോടും കുടുംബം തന്നെയാണ്. പടച്ചോൻ ആദ്യം പിടികൂടുന്നതും കുടുംബത്തിലാ. നിങ്ങൾ ചിന്തിക്കേണ്ട സൂക്കേട് കൊണ്ട് അള്ളാഹ് ആദ്യം പിടിക്കാന്ന്. അള്ളാഹ് ആദ്യം പിടികൂടുന്നത് കുടുംബത്തിലാ. അള്ളാന്റെ ഹബീബായ നബിത്തങ്ങൾ മദീനത്തെ പള്ളിയിൽ വെച്ച് കണ്ണീരോടെ പറഞ്ഞൊരു വാക്കാണത്. പിശാച് ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് നിങ്ങളെ സമാധാനം നഷ്ടപ്പെടുത്തുന്നതും കുടുംബത്തിലൂടെയാണ്. അവിടെ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടണോ? നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ചിന്തിക്കാൻ പറ്റണം, എന്റെ കുടുംബത്തിൽ ഞാൻ എന്ന വ്യക്തി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് റബ്ബേ അള്ളാന്റെ ദീനിനനുസരിച്ച് കൊണ്ടടക്കാൻ. അത്രയേറെ ലിബറൽ ചിന്തകൾ ഇന്നത്തെ മക്കൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ വിവാഹം വേണ്ടാന്ന് തോന്നി. എത്ര പെൺകുട്ടികളാ 25 വയസ്സിന്റെ മേലുള്ളവര് കല്യാണം കഴിക്കാത്തവര്. കല്യാണം കഴിക്കുന്നതൊക്കെ കാലഹരണപ്പെട്ട ആചാരങ്ങളാണെന്നും മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ശരീരം എന്റെ ആസ്വാദനമെന്നും അതുകൊണ്ട് എനിക്ക് തോന്നുന്ന കാലം വരെ പഠിച്ച് ഞാൻ ജോലി വാങ്ങി പിയാപ്ലനെ ഞാൻ നോക്കുമെന്ന ഒരു ഫെമിനിസ മനോഭാവത്തിലേക്ക് ഇന്നത്തെ തലമുറയെ കൊണ്ടുപോകാൻ ലിബറലുകൾക്ക് പറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞതിന്റെ അർത്ഥം പെൺകുട്ടികൾ പഠിക്കരുതെന്നോ ജോലി വാങ്ങരുതെന്നോ അല്ല. മറിച്ച് എന്റെ ശാരീരികമായ പ്രകൃതിപരമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതോടൊപ്പം ഞാൻ പഠിച്ച് ജോലി വാങ്ങുന്നതോടൊപ്പം ഒരു കുഞ്ഞിന് ഗർഭം ധരിക്കലും ഒരു കുടുംബം നോക്കലും ഒരാണിന്റെ ജീവിതത്തിന് ഭാഗമാകലുമാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മനോഹരമായ ലോകം എന്ന് തിരിച്ചറിയേണ്ട മക്കള് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും കാണുന്ന ഏതോ ഒരുത്തന്റെ കുടുംബ ബന്ധത്തിന്റെ തകർച്ചയുടെ വീഡിയോ കണ്ട് ഇനി കല്യാണം കഴിക്കാനേ പാടില്ല, കല്യാണം കഴിച്ചു കിട്ടുന്ന ലൈംഗിക സുഖത്തിന് കൂടെ ഡേറ്റിംഗ് നടത്തിയാൽ മതി, കമ്പയർ സ്റ്റഡി മതി, ഒരുമിച്ചുള്ള ഒരു ജീവിതം കുറച്ച് കാലം നടത്തിയാൽ മതി, പറ്റിയല്ലെങ്കിൽ ഇട്ടെറിഞ്ഞു പോകാമെന്ന ദുഷിച്ച പ്രവണതയിലേക്ക് തലച്ചോറ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ അവരെ തിരിച്ചു പിടിക്കേണ്ട ബാധ്യത ഓരോ രക്ഷിതാക്കൾക്കും അള്ളാഹ് ഏൽപ്പിച്ചെന്ന്. കാരണം ഞാൻ പറയാറുണ്ട്, നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മളെ ഉള്ളൂ എന്നൊരു ചിന്ത കുടുംബത്തിൽ. ആ തിരിച്ചറിവോടുകൂടി സ്വന്തം കുടുംബത്തെയും സംവിധാനത്തെയും നമുക്കെന്ന് ഭംഗിയാക്കാൻ പറ്റുന്നോ അവിടെ സമാധാനം താനേ നമ്മളെ തേടി വരും. നമ്മൾ ആദ്യം സമാധാനപ്പെടുത്തേണ്ടത് നാടല്ല, അവനാന്റെ കുടുംബ. ഞാൻ പറയുമ്പം എല്ലാ രംഗത്തെ പറ്റിയും പറയാറുണ്ട്. ഒരുപാട് മാതാപിതാക്കള് ഇന്ന് കുടുംബത്തിൽ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മളെ നാട്ടിലൊക്കെ തന്നെ ഇത്രയേറെ മലയാളത്തിൽ കുത്തുബ കേട്ടിട്ടും ബാപ്പനെയും ഇമ്മനെയും നോക്കേണ്ടത് എങ്ങനെയാന്നൊക്കെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും അവനവന്റെ വീട്ടിലുള്ള രക്ഷിതാക്കളോട് ഏറ്റവും മര്യാദയോടെ പെരുമാറാൻ പറ്റുന്നില്ലേ? പിന്നെന്ത് വിദ്യാഭ്യാസം, പിന്നെന്ത് അറിവ്? ചിലരൊക്കെ പറയും മദ്രസയിൽ മോനെ പ്രസംഗത്തിന് കൂട്ടിയിട്ടുണ്ട് ഉസ്താദെ, നിങ്ങളൊരു പ്രസംഗം എഴുതി തരുമോ? ഞങ്ങൾക്ക് ഏതാ വിഷയം? മാതാപിതാക്കളോടുള്ള കടമ. നല്ല രസമായിക്കോട്ടെട്ടോ, കണ്ണ് നിറയണം എന്നൊക്കെ പറയും. സ്വന്തം വീട്ടിൽ അമ്മനെയും ബാപ്പനെയും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല. അവരാ നാട്ടുകാരെ ദീൻ പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ സമൂഹത്തെ പഠിപ്പിക്കാൻ ഇറങ്ങുന്നു. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ മരുമക്കൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണെന്നറിയാവോ? ആദ്യം ചിന്തിക്കേണ്ടത് എനിക്കെന്റെ പിയാപ്ലനെ കിട്ടിയത് ഈ വാപ്പാനെ കൊണ്ടും ഉമ്മാനെ കൊണ്ടുവാ അല്ലേ? ഒരു സുപ്രഭാതത്തിൽ 25 വയസ്സിൽ ആകാശത്തുനിന്ന് പൊട്ടി വീണോനൊന്നല്ല നിങ്ങളുടെ പിയാപ്ല. 9 മാസം ഒരു ഉമ്മാന്റെ വയറ്റിൽ കിടന്നോനാ. ഉമ്മാന്റെ പൊക്കിൾമെന്ന് ആദ്യം വെള്ളം കുടിച്ചോനാ. ഉമ്മാന്റെ പൊക്കിൾമെന്ന് കൂടെ ആദ്യം ശ്വാസം കിട്ടിയോനാ.
ഉമ്മാന്റെ ചോരയും നീരും ഊറ്റിയൊടുക്കുണ്ടാക്കിയവനാ. ഓൻ പുറത്തേക്ക് വന്ന അന്ന് മുതൽ ആ മകന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചത് ഉമ്മയും വാപ്പയ്യ, തിന്നാൻ കൊടുത്തത് ഉമ്മയും വാപ്പയ്യ. എന്തൊക്കെ ചെയ്തൊടുക്കാൻ പറ്റുമോ നിങ്ങളുടെ കയ്യിലേക്ക് അവൻ എത്തുന്നത് വരെ അവനെ പരിപാലിച്ചത് അമ്മയും വാപ്പയ്യ. അവൻ ഉടുക്കാൻ, അവന് കഴിക്കാൻ, അവന്റെ അടിവസ്ത്രം പോലും അറപ്പും വെറുപ്പുമില്ലാതെ അലക്കി കൊടുത്തത് അമ്മയാ. 25-ാമത്തെ വയസ്സിൽ നമ്മളെ ജീവിതത്തിലേക്ക് അദ്ദേഹം വന്നപ്പോ പിന്നെ അദ്ദേഹത്തെ മാത്രം മതി നല്ല ചിന്തിക്കേണ്ടി. പടച്ചോനെ, എനിക്കിന്റെ പിയാപ്പിളനെ കിട്ടാൻ കാരണക്കാരായ ഈ 2 പേരുടെയും ബർക്കത്തും കൂടി എനിക്ക് വേണം. ഇവര് 2 ആളുള്ളത് കൊണ്ടാ പടച്ചോനെ എനിക്ക് ഇന്നും ഇയാളെ കിട്ടുന്നത് എന്നുള്ള ചിന്ത വേണം. ആ ചിന്ത ഉണ്ടെങ്കിൽ ഒരു മരുക്കളും ഉമ്മാനെയും വാപ്പാനെയും വെറുക്കൂല, ദ്രോഹിക്കൂല, നോക്കാതിരിക്കൂല. പക്ഷെ ആ ചിന്ത വരുന്നില്ല. 25-ാം വയസ്സ് കിട്ടിയ ആണ് മാത്രം മതി എന്ന് ചിന്തിച്ചു തുടങ്ങുന്നിടത്ത് കുടുംബത്തിന്റെ സ്വൈര്യം നഷ്ടപ്പെടുക, സമാധാനം ഇല്ലാണ്ടാവുക, വാക്കുകൾ അതിരുകടക്കുക, കുത്തുവാക്കുകളായിട്ട് വരിക. സംരക്ഷിക്കപ്പെടേണ്ട വൈകളും സംരക്ഷിക്കപ്പെടേണ്ട ആളുകളും നമ്മളോട് മാന്യമായി പെരുമാറാതിരിക്കുമ്പോ പലരും നിയന്ത്രണം വിട്ടുക. അതാണ് വാക്കുകൾ അതിരുകടന്നു കുടുംബത്തില്. ഞാൻ പറയാറുണ്ട്, എന്റെ ഉമ്മക്കൂട്ടത്തിലുണ്ട് കേട്ടോ, ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുമ്പോ അംഗൻവാടിക്ക് പോകുമ്പോ റോഡിൽ അല്ലെങ്കിൽ ഈ വൈന്റെ വക്കത്ത് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് അവിടെ വെച്ചുമ്മ അങ്ങ് നടക്കേനു. കുറെ അപ്പുറത്തേക്ക് നടന്ന നമ്മളെ വിചാരം അങ്ങ് ഓടിപ്പോരുന്ന ഇല്ല, തിരിച്ചു വന്ന് പിന്നെ എടുത്തു പോവുകയും. അതെന്തുകൊണ്ടാ? കുട്ടീന്റെ വാശിയാണത്. ചെറുപ്പത്തിൽ ഞാൻ അവഗണിക്കപ്പെടുകയാണോ എന്ന്. ഒരു കുഞ്ഞ് കൈമാറ്റം ചെയ്യപ്പെടുമ്പോ പോലും പെട്ടെന്ന് കരയുന്ന എന്താ? ഞാൻ അവഗണിക്കപ്പെടുകയാണോ, ഞാൻ പരിഗണിക്കപ്പെടുന്നില്ല എന്നൊരു കുഞ്ഞിന്റെ ഉള്ളിലുണ്ടാകുന്ന വെപ്രാള. അതുകൊണ്ടാ വേറൊരാളെ കൈമലേക്ക് കൊടുത്ത് ഒന്നിങ്ങോട്ട് തിരിഞ്ഞിങ്ങോട്ടുമ്പോഴേക്കും കുട്ടി കരയാൻ തുടങ്ങുന്നത്. ആ ചെറുപ്പ കാലഘട്ടത്തിലുള്ള വേദനയിലേക്കാ വാർദ്ധക്യം എത്തുന്നത്. 5 മക്കളുണ്ടായിട്ടും 4 മക്കളുണ്ടായിട്ടും 3 മക്കളുണ്ടായിട്ടും ഞാൻ പരിഗണിക്കപ്പെടുന്നില്ലേ എന്നുള്ള വേദനയിൽ, ആദിയിൽ അവരുടെ നെഞ്ചകം പൊള്ളുക, അവരെ വാക്കുകള് പിന്നീട് എന്തോ ബേജാറിൽ വരിക. ആ തിരിച്ചറിവാണ് ഏതൊരു മര്യക്കും ഒരു കുടുംബത്തിൽ മക്കൾക്കും ഉണ്ടാവേണ്ടത്. ആ തിരിച്ചറിവൊന്ന് ചേർന്ന് നിന്നൊരു നല്ല വാക്ക് പറഞ്ഞ അവിടെ അവസാനിക്കും. അതിനു പകരം നിസ്സാര പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിച്ച് വലിയ വിഷയങ്ങളാക്കി കുടുംബത്തിന്റെ സൗകര്യവും സമാധാനവും നഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളെ കുടുംബത്തിൽ നമ്മളൊരു സമാധാനക്കേട് വരുത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങളെ കുടുംബത്തിലും പടച്ചോൻ സൗര്യക്കേടും സമാധാനക്കേടും വരുത്തും. അത് കിട്ടാണ്ട് ഒരാളും ദുനിയാവെന്ന് തിരിച്ചു പോവില്ല. അത് അള്ളാന്റെ കൗല. ദുനിയാവെന്ന് പടച്ചോൻ കണക്ക് വെക്കുന്നു പറഞ്ഞത് ഒന്നാമത്തത് എന്താണെന്നറിയോ? ലാ യുകല്ലിമുഹുല്ലാഹു യൗമൽ ഖിയാമ വലാ യുസക്കീഹിം വലാ യൻദുറുഹും. അള്ളാഹു ഒരാളെ നോക്കൂല, അത് സംസ്കരിക്കൂല, അള്ളാഹു സംസാരിക്കൂല. അസറിന്റെ മുൻപോട്ട് ളുഹറിന് പണക്കം കൊണ്ടുവരുത്. കൊണ്ടുപോയ എന്റെ അസർ നിസ്കാരം പടച്ചോൻ സ്വീകരിക്കൂല എന്ന് ചിന്തിക്കണം. അസറിനാ പിണങ്ങിയതെങ്കിൽ മഗ്രിബിന്റെ അപ്പുറത്തേക്ക് പണക്കുണ്ടാവരുത്. മഗ്രിബിന്റെ നിസ്കാരം അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ ആ പണക്കുണ്ടാവരുത് എന്ന് ചിന്തിക്കണം. ആൾക്കാരെ വിചാരം പിണക്കുണ്ടാവലും പൊരുത്തം വാങ്ങലും ഒക്കെ ഹജ്ജിന് പോകുമ്പോ മാത്രമാണ്. ഹജ്ജ് സ്വീകരിക്കണമെങ്കിൽ ആ പൊരുത്തം കിട്ടണമെന്ന ആൾക്കാരെ വിചാരം അല്ല. ളുഹർ അള്ളാഹ് സ്വീകരിക്കണോ, പൊരുത്തം ഉണ്ടാവണം. അസർ അള്ളാഹ് സ്വീകരിക്കണോ, പൊരുത്തം ഉണ്ടാവണം. അത് നിങ്ങൾക്കറിയണേ. ഉംറക്ക് പോയോൽക്കറിയാം, ഹറമിലൊക്കെ ചില നിസ്കാരത്തിന് നിൽക്കുമ്പോ അടുത്തുള്ള അറബി ആളുകളും അറബിച്ചുകളൊക്കെ നമുക്ക് ഇങ്ങനെ കയ്യരും. നമ്മളെ കണ്ടിട്ടുകൂടി ഉണ്ടാകുകയല്ല, എന്നാലും പോലും ഇങ്ങനെ കയ്യരും. നമ്മളും വിചാരിക്കും ഇതിപ്പോ നമുക്ക് കയ്യെന്ന്. നിസ്കാരത്തിന് അയാളെ കൊണ്ട് എനിക്കെന്തേലും പ്രയാസം ഉണ്ടായിട്ടുണ്ടേ പൊരുത്തപ്പെടണേ എന്നാ, എന്നാലേ അയാൾക്ക് ഈ നിസ്കാരം അള്ളാഹ് സ്വീകരിക്കൂ. പക്ഷെ സലാം വീട്ടുന്നവന്റെ മനസ്സിലും വെറുപ്പുണ്ടെങ്കിൽ, അലോഗ്യുണ്ടെങ്കിൽ, പിണക്കം കൊണ്ടടക്കുകയാണെങ്കിൽ പിന്നെ നിസ്കാരപ്പായ കുത്തിരുന്നു എന്നുള്ളതല്ലാണ്ട് അതുപോലും അള്ളാഹ് സ്വീകരിക്കൂലാണ്. അതുകൊണ്ടാ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും. ഇന്ന് ഞാൻ പറയാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുടുംബ പ്രശ്നത്തിൽ ഇങ്ങനെ പോയി സംസാരിക്കുന്ന കൂട്ടത്തിലുണ്ടായ ഒരു രസം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. നോമ്പിന്റെ മുൻപ് ഒരു ഉമ്മ ഉംറക്ക് പോകാൻ തീരുമാനിച്ചു. ആ ഉംറക്ക് പോകാൻ തീരുമാനിച്ച സമയത്ത് ഉമ്മ എന്ത് ചെയ്യാണ്, ഒരാളായിട്ട് പിണക്കുണ്ട്. ആ പ്രദേശത്തുള്ള ഒരാളായിട്ട് പിണക്കുണ്ട്, ഉമ്മന്റെ കുടുംബത്തിലുള്ള ഒരാളായിട്ട് പിണക്കുണ്ട്. ഇപ്പോ യാത്ര പോകുമ്പോഴൊക്കെ പൊരുത്തം വാങ്ങൽ പണ്ട് വീട്ടിൽ കയറിയിട്ടായിരുന്നു, കൈ പിടിച്ചിട്ട് ഞാനും പിയാപ്പിളി പ്രാവശ്യം പോകുന്നുണ്ട്, ഇനി എന്താ പൊരുത്തപ്പെട്ട് തരണം നോക്കാം. ഇപ്പൊ അതൊന്നുമില്ല. അപ്പൊ ഒന്നും കൂടി പരിഷ്കരിച്ചു. അവനാന്റെ കുടുംബ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇടും, ഞാനും എൻ്റെ പിയാപ്പിളയും ഇപ്രാവശ്യത്തെ ഉംറക്ക് പോകുന്നതിനാൽ നേരിൽ കാണാൻ സമയം കിട്ടാത്തതിനാൽ എല്ലാവരും ദുആ ചെയ്യണം, മക്ബൂലും മബ്റൂറുമായ ഒരു ഉംറക്ക് വേണ്ടി. എന്നിട്ട് അമ്മ ഇങ്ങനെ നോക്കി എത്ര ആള് അത് കണ്ടിട്ടുണ്ട്. അതാണല്ലോ നമ്മൾ നോക്കുക. നോക്കി ഒരുത്തി ആമീനിട്ട്, മറ്റോളും ആമീനിട്ട്, ഇങ്ങനെ സ്റ്റിക്കർ ഉമ്മ കണ്ടു.
പക്ഷെ ആരുമായിട്ടാണോ പിണക്ക് ആ ആള് കണ്ടിട്ടുണ്ട്, സ്റ്റിക്കർ ഇട്ടിട്ടുമില്ല. ഉമ്മറൊക്കെ കഴിഞ്ഞുമ്മ തിരിച്ചു വന്നിട്ട് ചോദിക്കാൻ പോയി, ഞാൻ അങ്ങനെ യാത്ര അറിഞ്ഞിട്ട് ഇനി എന്തേ അതിനൊന്നും മറുപടി അറിയാത്ത, എന്ത് ഇമ്മക്കൊന്ന് പോയി കൈയിടിച്ച് സലാം പറഞ്ഞ അതിന് അഹങ്കാരം സമ്മതിക്കൂല. അതാ മനുഷ്യന്റെ മനസ്സ്, അതാ നമ്മളെ മനസ്സ്. ഞാൻ അതിൽ പോകാന്ന് അറിയിച്ചിട്ട് എന്തുകൊണ്ട് സലാം പറഞ്ഞില്ല? സലാം പറയാത്ത അവളാന്ന് നമ്മക്ക് ഉറപ്പാ. എന്നാ പിന്നെ ഓളെ വീട്ടിക്ക് മാത്രം ഒന്ന് പോയിക്കൂടെ? സമ്മതിച്ചൊരു ഗിബർ. എന്നിട്ട് നമ്മൾ ചോദിക്കാൻ പോയതാണ് അമ്മ ഇനി എന്തുകൊണ്ടല്ല, അതിന് ഓള് തിരിച്ചെന്തോ പറഞ്ഞു. വിലമ്മിൽ ഭയങ്കര വർത്താനായി. അവസാനം ഉള്ളത് എന്തായി? വലുതായി പിണക്കം. ഇതാപ്പോഴത്തെ മനുഷ്യന്റെ സ്വഭാവാവസ്ഥയും. എന്നിട്ട് ആൾക്കാർ പറയാ പൊരുത്തം കിട്ടാനാണ് ഞാൻ ചോദിച്ചത്. മനുഷ്യരെ, ഒരു നിസ്കാരം അല്ലാഹ് സ്വീകരിക്കണേ പൊരുത്തം ഉണ്ടാവണം. എന്നിട്ടല്ലേ ഹജ്ജ് ഉംറയൊക്കെ. പിന്നെ എന്തേ ഹജ്ജിനും ഉംറക്കൊക്കെ ഇപ്പൊ പൊരുത്തം വാങ്ങുന്നത്? 1 ലക്ഷം ഉറുപ്പ്യ മുടക്കി പോവുക, അല്ലെ 4.25 ലക്ഷം ഉറുപ്പ്യ മുടക്കി പോവുക. നാട്ടുകാർ അറിയുകയും വേണോ, എല്ലാവരും മനസ്സിലാക്കുകയും വേണോ ഞാനൊക്കെ പോയിക്കും. അതുകൊണ്ട് ജനങ്ങളെയൊക്കെ ഒന്ന് അറിയിക്കാൻ പൊരുത്തം വാങ്ങുന്നവര്. ഞാൻ ആക്ഷേപിക്കല്ലോ. ഏത് കുടുംബത്തിൽ നിങ്ങൾ അങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കി. ഉമ്മാരായാലും മരുക്കളാണെങ്കിലും ഉമ്മാരോടും കൂടി പറയാ, ഒരു പുതിയ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം ഒരു പെണ്ണിനുണ്ടാകുന്ന വേദനയും മറ്റൊരു പൊരേന്ന് വന്ന പെണ്ണിനുണ്ടാകുന്ന ആശങ്കയും ഏറ്റവും കൂടുതൽ അറിയുന്നതായിരിക്കാം കെട്ടിയ പിയ്യാപ്പിളക്കോ വാപ്പക്കോ അല്ല, ഉമ്മാരിങ്ങക്ക. നിങ്ങളൊരു വീട്ടിൽ കയറി ചെന്നോല, ആ വീട്ടിലുള്ള ആദ്യത്തെ അനുഭവവും ആ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പെടപ്പും നിങ്ങളെ നെഞ്ചോളം അറിഞ്ഞവർ ഈ ദുനിയാവിൽ വേറല്ല. അങ്ങനെയുള്ള ഒരു ഉമ്മാന്റെ അടുത്തേക്ക് ഒരു പെൺകുട്ടി കയറി വരുമ്പം അവിടെ ഞാൻ അനുഭവിച്ച വേദന കയറി വരുന്നോൾ അനുഭവിക്കരുത് എന്നൊരു ഉമ്മാക്ക് ചിന്തിക്കാൻ പറ്റിയ ഒരൊറ്റ സെക്കൻഡും കുടുംബം തകരൂല. അതിനു പകരം ആദ്യം തന്നെ ഒരുങ്ങിക്ക് എന്തുണ്ട് കുറ്റങ്ങളും നോക്കാൻ, എന്തുണ്ട് പോരായ്മ എന്ന് നോക്കാൻ. അതുകൊണ്ടാ കുടുംബം തകരുന്നത്. അല്ലാണ്ട് കുടുംബത്തിൽ തിന്നാല്ലാത്തതിന്റെ പ്രശ്നമൊന്നുമല്ല. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മത്സര ബുദ്ധിയോടെ ജീവിക്കുന്നതുകൊണ്ട്. നിങ്ങളൊന്ന് മനസ്സ് തുറന്ന് സ്നേഹിച്ചു നോക്കൂ. സ്നേഹം കൊടുത്താലേ തിരിച്ചു കിട്ടൂ. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന ഒരൊറ്റ വസ്തു അത് പണല്ല മനുഷ്യരെ, സ്നേഹ. അത് തമ്മ കൊടുത്തു നോക്കുങ്ങള്. തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അള്ളാഹുവിനോട് പറയാൻ പറ്റും, പടച്ചോനെ അറിഞ്ഞു ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് റബ്ബേ, എനിക്കുള്ള ഇങ്ങി തന്ന റബ്ബേ എന്ന്. അതുകൊണ്ട് ആ പുഞ്ചിരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളെ നോക്കി പുഞ്ചിരിച്ചോളൂ. കാരണം അത് നിങ്ങൾക്ക് സ്വതക്കയായി രേഖപ്പെടുത്തും. ഒരാളുടെ വേദനയിൽ, സങ്കടത്തിൽ അയാളൊന്ന് ചേർത്ത് നിർത്തിയിട്ട് അയാളോട് കാണിക്കുന്ന ആദരവ്, അയാളോട് പറയുന്ന നല്ല വാക്കുകള്, അത് നിങ്ങൾക്ക് സ്വതക്കയാന്നാ പറഞ്ഞത്. എന്നാ ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നതും അതാണ്. ഓരോ കുടുംബങ്ങളിലും. ഞാൻ ആ വിഷയത്തെപ്പറ്റി കൂടുതൽ വിശദീകരിക്കല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാരണം നമ്മൾ സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാവണം. നമ്മൾ വേറൊന്നും പ്രതീക്ഷിക്കണ്ട. അള്ളാഹുവിന് വേണ്ടി നമ്മൾ സ്നേഹിച്ചു നോക്കി. നിങ്ങൾ തമ്മിൽ എല്ലാരെയും പിണക്കും പരാതിയും ഒക്കെ മനസ്സിൽ നിന്ന് നീക്കി വെച്ചോളൂ. നമ്മളൊന്ന് സംസാരിച്ചാൽ തീരെങ്കിൽ, നമ്മളൊന്ന് പുഞ്ചിരിച്ച അവസാനിക്കെങ്കിൽ. റസൂലുള്ള പറഞ്ഞല്ലോ, ഭാര്യ ഭർത്താക്കന്മാര് പോലും ഒരു രാത്രിയിലധികം പിണങ്ങാൻ പാടില്ല എന്നാ. ഒരു രാത്രി മാറിക്കിടന്നാൽ 2 ദിവസം കിടക്കാൻ തോന്നും. ഒരു രാത്രി പോലും മാറിക്കിടക്കാൻ പാടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബെഡ്റൂമിൽ പോയി പരസ്പരം പരിഹരിച്ച് തീർത്തു വരണം. ഇതൊക്കെ അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കാനുള്ള കാരണം, പ്രിയപ്പെട്ടവരെ, അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് വിശുദ്ധ ഖുർആനിലൂടെ. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് അള്ളാഹു നൽകുന്നത് വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. എല്ലാരെ ഉള്ളിലുണ്ട് സ്നേഹം, അതൊന്ന് കാണിച്ചാൽ മതി. എല്ലാരെ ഉള്ളിലുണ്ട് സന്തോഷം, അതൊന്ന് പ്രകടിപ്പിച്ചാൽ മതി. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ മക്ക വിജയ ദിവസം റസൂലിന്റെ മുൻപിൽ ശത്രുക്കളൊക്കെ അങ്ങനെ ഹാജരാക്കി. ആ ഹാജരാക്കിയ കൂട്ടത്തിൽ എല്ലാവരും ഇങ്ങനെ പേടിച്ച് നിൽക്കുക. റസൂൽ ഇപ്പം ഞങ്ങളെയൊക്കെ ശിക്ഷിക്കുന്നുള്ളൊരു ബേജാറിൽ നിൽക്കുന്ന സമയം അള്ളാഹിന്റെ റസൂൽ അവരെ മുൻപിലൂടെ ഇങ്ങനെ നടക്കും. പിടിക്കപ്പെട്ട ശത്രുക്കൾ ഇങ്ങനെ വിറച്ചു നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് റസൂലുള്ള കുറച്ച് മുൻപോട്ടെത്തിയപ്പം ഇടതുഭാഗത്തെ ലൈനിൽ വഹ്ശീനെ കാണും. വഹ്ശി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എളാപ്പ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉഹുദിൽ വെച്ച് ചതിച്ചു കൊന്ന വ്യക്തിയാണ്. ആ വഹ്ശീനെ കാണുമ്പോൾ റസൂൽ ചോദിക്കും, അൻത വഹ്ശി, നീയാണോ വഹ്ശി? ഇതേ പറഞ്ഞു, നബിയെ ഞാനാണ്. വഹ്ശി അടക്കം കരുതി റസൂൽ ആദ്യം കൊല്ലുന്നത് വഹ്ശീനെ ആയിരിക്കുന്നു. പക്ഷേ റസൂൽ ഇങ്ങനെ തിരിഞ്ഞു നിന്ന് കണ്ണീരോടെ പറയും, ഇദ്ഹബു അൻതും മുത്തലക്കാ, പോയിക്കോളൂ, നിങ്ങളൊക്കെ സ്വതന്ത്രരാ, പോയിക്കോളൂ. അത്ഭുതത്തോടെ സഹാബാക്കൾ പോലും ഞെട്ടി നിൽക്കുമ്പോൾ റസൂലുള്ള വഹ്ശീനെ അങ്ങനെ കയ്യാട്ടിയിട്ട് പറയും, വഹ്ശി, എനിക്ക് എന്നോട് വെറുപ്പില്ല വഹ്ശി, പക്ഷേ എൻ്റെ മുഖം കാണുമ്പോൾ മരിച്ചോ എൻ്റെ എളാപ്പൻ എനിക്ക് ഓർമ്മ വരുന്നത്, അതൊരു വെറുപ്പായിട്ട് തോന്നരുതേ വഹ്ശി എന്ന് പറഞ്ഞേക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, വഹ്ശി,
അള്ളാഹുവിന് വേണ്ടി ഞാൻ നിന്നെ സ്നേഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി എല്ലാവരെയും ഒന്ന് സ്നേഹിച്ചു നോക്കി. തിരിച്ചു കിട്ടാൻ സ്നേഹിക്കണ്ട, അത് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് സമാധാനം കിട്ടണേ, നമ്മളെന്നെ ക്ലിയർ ആവണ്ടേ, നമ്മളെ നാവ്, നമ്മളെ പെരുമാറ്റം. നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു മനസ്സുണ്ടായത് കൊണ്ടാണ് നമ്മുടെ മുഖത്ത് ചിരിക്കാൻ, ചിരി എന്ന ദൈവികത വരാത്തത്, സമാധാനം എന്ന ദൈവികത നമ്മുടെ മുഖത്ത് വരാത്തത് കൊണ്ട്, നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട്. അബസവത്തവല്ല എന്ന് റസൂലുള്ളാഹിനോട് അള്ളാഹ് പറഞ്ഞതേ, നബിയെ നീ മുഖം ചുളിച്ചല്ലേന്നാ. റസൂല് ചുളിച്ചത് മുഖല്ല, മനസ്സാ. അന്ധനായ അബ്ദുല്ലാഹ് ബിൻ ഉമ്മി മക്തൂമിനെ റസൂലുള്ള കണ്ടിട്ടുണ്ട്. അബ്ദുള്ള പറയുന്നുണ്ട്, നബിയെ എനിക്കൊന്ന് പഠിപ്പിച്ചിരിങ്ങളെന്ന്. പക്ഷേ കണ്ണു കാണാത്ത അബ്ദുല്ലാന്റെ നേരെ റസൂൽ ഇങ്ങനെ നോക്കി, പിന്നെയും പ്രമാണിമാരെ നേരെ തിരിഞ്ഞു. ആ നോട്ടം മുഖത്തിൻ്റെതല്ല, മനസ്സിന്റെ ചുളിക്കലാണ് എന്ന് അള്ളാഹ്ക്ക് ബോധ്യപ്പെട്ടു. ഉടനെ ആയത്തിറങ്ങി, അബസവത്തവല്ല, നീ ആ മുഖം ചുളിച്ചത് ശരിയായില്ല നബി. ഇവിടെ അള്ളാഹ് നോക്കിയത് അങ്ങോട്ടാ, മനസ്സിലേക്ക്, പുറത്തല്ല. ഇപ്പൊ മനസ്സ് കൊണ്ടടക്കുന്നതും കുറ്റം തന്നെയാണ്. ചിലര് പറയും 5-8 കൊല്ലം പഴങ്ങി നടക്കും, അല്ലെ 2-3 കൊല്ലം ഓളേറ്റ് ഒരു ബന്ധം ഉണ്ടാവില്ല. അവസാനം പള്ളിയിൽ നിന്നൊക്കെ കണ്ട് സലാം പറഞ്ഞ് നന്നായി, എന്നിട്ട് പറയും 3 കൊല്ലായി നെഞ്ചിന്റെ ഉള്ളിൽ എന്തോ വേജാറായിരുന്നു. ഇത് നാട്ടുകാരുണ്ട് നടന്നല്ലോ, നിങ്ങളും ഉണ്ട് നടന്ന തന്നെയല്ലേ. ആ 3 കൊല്ലത്തിന്റെ മുൻപ് 3 മണിക്കൂർ മുമ്പ് നന്നായില്ലെങ്കിൽ ശരിയാവൂലോ. എന്നിട്ട് എന്തോ ബേജാറ് പോലെ പറയാം, 3 കൊല്ലായി നെഞ്ചിന്റെ ഉള്ളിൽ എന്തോ പെടപ്പായിരുന്നു. അത് കുണ്ടെണ്ണ കുറ്റ. ഈ കുണ്ടെണ്ണ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും കുറ്റ. 3 കൊല്ലത്തിന് മുൻപ് ഉണ്ടായതിന്റെ ഒരു 3 മണിക്കൂർ, അതാണ് ദുഹറിൻ പറ്റിപ്പോയി. അസറിന്റെ മുൻപ് 3 മണിക്കൂർ, ദുഹറിന് മുതൽ അസർ വരെ 3-3.5 മണിക്കൂർ. അതിന്റെ മുൻപ് അങ്ങ് ശരിയാക്കിയാൽ മതി. വല്ലാത്തൊരു മനസ്സിന്റെ തുറമയാണത്. അത് നമ്മളെ മനസ്സിനെ കൊണ്ട് സമാധാനപ്പെടുത്തുന്ന. നിങ്ങൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മളങ്ങ് കൊടുക്കുക. മനസ്സിന്റെ ഒരു വിശാലതയാണ്, മനസ്സിന്റെ ഒരു ഇഷ്ടമാണത്. നമ്മളെന്താ ചെയ്യല്? നമുക്ക് ഏറ്റവും വേണ്ടാത്തതാ കൊടുക്കുക. ഞാൻ പറയാറുണ്ട്, പരിപാടിയൊക്കെ നടത്തിയിട്ട് ഞാൻ മുമ്പേ പ്രസംഗത്ത് പറയുന്നതാ, ബിരിയാണിയൊക്കെ കുറെ ഉണ്ടാവും ബാക്കി, എന്നാലും കൊടുക്കൂലായിരിക്കും. 3 ദിവസം ഫ്രിഡ്ജിൽ വെക്കും, 4 ദിവസം വെട്ടുംകുട്ടിയിലിട്ട് ചൂടാക്കി തിന്നു. എന്നിട്ടും പതിയാവില്ല, ആർക്കും വേണ്ടാന്ന് തോന്നി അപ്പുറത്ത് പൊരക്കാത്തിന് ശേഷം ബിരിയാണി ഉണ്ടായി, ഞങ്ങൾക്ക് വേണോ, മക്കൾ ഇന്ന് കഴിക്കും എന്നറിയും. മനുഷ്യന്റെ സ്വഭാവമാണ്. ഉള്ളിലേറ്റവും ചെറുതാണ് അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുക്കുക. ഉള്ളിലേക്കും കൊടുക്കാൻ എത്ര കുറവുണ്ടോ അത്ര കുറച്ചിട്ടേ കൊടുക്കും. കൊടുക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യര് അതൊരു ഈമാനാണ്. അവൻ ആ നയിച്ചുണ്ടാക്കിയതിൽ നിന്നൊരു മാംസകഷണം അരിഞ്ഞെടുക്കുന്നത് പോലെയാ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് കൊടുക്കുക എന്ന് പറയുന്നത്. എനിക്ക് കിട്ടുകയല്ല വേണ്ടത് റബ്ബേ, കൊടുത്തിട്ട് എനിക്ക് എന്റെ സ്വർഗ കിട്ടേണ്ടത് എന്നുള്ളൊരു മനസ്സുണ്ടാവണം. എന്നാ താനേ സമാധാനാവും. അല്ലെങ്കിലോ ഓല് കിറ്റെടുത്തോ, അല്ലെങ്കിൽ കിട്ടിയില്ല, ഇവരും കൊടുത്തുക്കോ, അല്ലെങ്കിൽ കിട്ടിയില്ല എന്ന വേജാറും വരും. അത് കിട്ടാനുള്ള ആഗ്രഹവും കൊടുക്കാനുള്ള ആഗ്രഹവും രണ്ടും രണ്ടാണ്. ആ സമാധാനക്കേട് നമ്മുടെ ഉള്ളിൽ വരാതിരിക്കണേ, നമ്മൾ അങ്ങനെ കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. അങ്ങനെ പരസ്പരം മനസ്സ് തുറന്ന്, കാപട്യങ്ങളില്ലാതെ, ആരോടും മനസ്സിലൊന്നും വെക്കാതെ, അവനവന്റെ കുടുംബത്തെയും, നമ്മൾ ജനിച്ചു വളർന്ന കുടുംബവും നാടും നമ്മളെ കൊണ്ട് ഒരു സൗഭാഗ്യമാണെന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വളർന്ന, തീർച്ചയായിട്ടും നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. ഒരൊറ്റ കഥയും കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കും. ഞങ്ങളുടെ പ്രസംഗത്തിൽ കേട്ടൊരു കഥ തന്നെയാണ്. അടവാടി, കേരളത്തിൽ അടവാടി എന്നൊരു പ്രദേശത്ത് ഒരു ഉമ്മ ഉണ്ട്, പാത്തുമ്മ എന്നാ പേര്. ഉമ്മ ചെറുപ്പത്തിൽ വാപ്പയും മരിച്ചുപോയി. ആകെ പിന്നെ ഉമ്മാക്ക് ആ 36-ാം വയസ്സിലെങ്ങാൻ ഒരാൾ കല്യാണം കഴിക്കാൻ വന്നു, കെട്ടിയിട്ട് അയാളും പോയി. കാണാൻ അത്ര ചുരുക്കൊന്നുമില്ലാത്ത ഉമ്മ പിന്നെ ജീവിക്കുന്നത് സ്വന്തത്തിന് വേണ്ടിയാണ്. കണ്ടോന്റെ അടുക്കളയിൽ പണിയെടുത്തിട്ടും പുല്ലരിഞ്ഞിട്ടും ആ ഉമ്മ സ്വന്തം ജീവിതം നോക്കും. ഉമ്മ ഒറ്റയ്ക്കുള്ള ഒരു പഴയകാല വീട്ടില്. അപ്പൊ ഒരു കാലത്ത് കുറെ കാലം 10-70 വയസ്സൊക്കെ ആയപ്പോ ആ ഉമ്മ കല്യാണപ്പുരയിൽ പണിക്കൊക്കെ പോകുമ്പോൾ പെണ്ണുങ്ങൾ ഇങ്ങനെ കൂട്ടം കൂടി സംസാരിക്കുമ്പോൾ, നാട്ടുകാർ തന്നെ പറഞ്ഞതാട്ടോ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വായിച്ചിട്ടുണ്ടാവും. പെണ്ണുങ്ങളൊക്കെ അങ്ങനെ ഒരു പണിയും ചെയ്യാണ്ട് കല്യാണപ്പുരയിൽ ഇങ്ങനെ കഥയും പറഞ്ഞു കുത്തിരിക്കുമ്പോൾ, പച്ചയിറച്ചി തിന്നുമ്പോൾ പെണ്ണുങ്ങൾ പാത്തുമ്മ പറയുമല്ലേ, എന്താണ് പെണ്ണുങ്ങൾ എണീച്ച് പോയി കണിയാടുന്ന് പച്ചയിറച്ചി തിന്നാണ്ട്. അതായിരുന്നു ഒരു അമ്മാന്റെ ഒരു സ്വഭാവം. ആരെ പറ്റി ഒന്നും പറയാനുണ്ടാവില്ല. പക്ഷെ എല്ലാവർക്കും പരിഹാസമായിരുന്നു. ഈ ഉമ്മ എന്തിനാ അങ്ങനെ നയിക്കുന്ന, ആരപ്പം നോക്കാനുള്ള, ഉമ്മക്ക് ആരപ്പം മയ്യത്തിസ്കരിക്കാണ്ടാകുക, മോനില്ല, പിയ്യാപ്പിളല്ല, വാപ്പല്ല, ആരും ഇല്ല എന്നൊക്കെ ഇവരിങ്ങനെ പരാതി പറയും, സങ്കടം പറയും. ആ ഉമ്മ ഒരു കാലത്ത് പണിക്കൊക്കെ പോയി, പൊരക്കാരൻ ഒരു ദിവസം മുഴുവൻ പണിയെടുപ്പിച്ചാലും കൊടുക്കുക 200-250 റുപ്യാണല്ലോ. അവസാനം അന്ന് ഉമ്മ പറഞ്ഞ പോലെ എനിക്കൊരു 50 റുപ്യ അധികം തരണം. പൊരക്കാരൻ ചോദിച്ചു, എന്തിനാ? എനിക്ക് ഈ പടച്ചോന്റെ കഅബ ഒന്ന് കാണണം. ഒരു ഉമ്മാന്റെ മനസ്സിന്റെ നെയ്യത്താണ്. അവസാനം ഉമ്മ ആ ലക്ഷ്യം പൂർത്തീകരിച്ചു. ഉമ്മ ഗ്രൂപ്പിന്റെ കൂടെ ഹറമിലെത്തി. 6 ദിവസം അള്ളാന്റെ കഅബയിൽ നിന്നും 7ാമത്തെ ദിവസം മസ്ജിദുൽ ഹറമിൽ പോയി, മദീനയിൽ. ആ മദീന പള്ളിയിൽ വെച്ചിട്ട് ഉമ്മ റൗദ ഷരീഫിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. അന്ന് ഇശാ വരെ ഉമ്മ റൗദയിലിരുന്നു. പലരും വിളിക്കാൻ വന്നിട്ടും പറഞ്ഞു, ഞാൻ വന്നോളാം.
പിറ്റേന്ന് നേരം വെളുക്കുമ്പം റൂമിലേക്ക് തിരിച്ചു പോയ ഉമ്മാനെ പറ്റി കൂടെ പോയവരും ആ നാടും കേൾക്കുന്നത് ആ ഉമ്മ റൂമിൽ മരിച്ചു കിടക്കുകയാണ്. പിന്നെ വളരെ പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ. മദീന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മയ്യത്ത് കുളിപ്പിക്കാൻ പെൺകുട്ടികൾ വന്നു. മദീന പള്ളിയുടെ ഇമാമ ഉമ്മാക്ക് വേണ്ടി ഇമാമായിട്ട് നിസ്കരിച്ചു. ലക്ഷക്കണക്കിന് വിശ്വാസികൾ ആ മയ്യത്ത് നിസ്കരിച്ചാൽ കൂടി മദീന പള്ളിയുടെ ഇമാമ് ആ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മനുഷ്യരെ, നമ്മക്ക് ആരൊക്കെ നിസ്കരിക്കാൻ വരണമെന്നും നമ്മൾ എങ്ങനെ പോകണമെന്നും പടച്ചോൻ തീരുമാനിക്കും. അത് നാട്ടുകാർ തീരുമാനിച്ചാൽ കിട്ടുന്നതല്ല. നമ്മക്ക് ആരൊക്കെ മയ്യത്ത് നിസ്കരിക്കാൻ വരണമെന്നും അതിലെത്ര പേര് നമുക്ക് മനസ്സറിഞ്ഞ് ദ്വാരക്കാണ്ടാവണം. ആ തിരിച്ചറിവിനാകട്ടെ എൻ്റെ ഈ ഒരു സംസാരം സ്വയം മാറി മനസ്സിന്റെ കെട്ടുകളൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബേ, അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം സ്നേഹിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. നാഥ, ഈ ദുനിയാവിൽ നിന്നുള്ള അവസാനത്തെ യാത്ര നീ ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്നവരുടെ കൂട്ടത്തിലായി മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار.